Good evening, everyone. Friday post എന്ന് ഞങ്ങളുടെ ഫ്രൈഡേ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് തന്നെ ഫോക്കസ് കീ ടു സക്സസ് എന്നുള്ളതാണ്. അപ്പൊ അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് 54 വർഷത്തെ വളരെ ഫോക്കസ് ഏകദേശം 5.5 പതിറ്റാണ്ട് കാലത്തെ വളരെ പോയ ശ്രീ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പ് നമുക്ക് 1 മിനിറ്റ് നേരം നിശബ്ദമായിട്ട് നിൽക്കാം. വെൽക്കം ബാക്ക് എവ്രി വൺ. MBT എന്ന ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാംസ് എല്ലാം, ഈ ടോക്ക് സീരീസ് എല്ലാം നടത്തുന്നത്. MBTയുടെ ടാഗ് ലൈൻ എന്താണെന്ന് തന്നെ, ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ടു ക്രിയേറ്റ് എ പീസ്ഫുൾ, പ്രോഗ്രസീവ് ആൻഡ് പ്രൊഡക്റ്റീവ് സൊസൈറ്റി ബൈ ഡെവലപ്പിംഗ്. അതിൻ്റെ അകത്ത് തന്നെ എല്ലാ ഗോൾസും ഒബ്ജക്റ്റീവ്സും വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നടന്ന പല ഇനിഷ്യേറ്റീവ്സിൽ ഒന്നാണ് നമ്മളിപ്പോ ഈ ഫ്രൈഡേ ടോക്ക് സീരീസ് ഇത് പോസ്പോസ് എന്നുള്ളത് നടത്തുന്നത്. പോസ്പോസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പോസിറ്റിവിറ്റി ആൻഡ് പോസിബിലിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള 2 കാര്യങ്ങളാണ് മുന്നോട്ട് പോകാനായിട്ട്. പ്രത്യേകിച്ചും അനുദിനം ലോകത്തിലെ കോവിഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള, ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉള്ളതാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള പോസിറ്റിവിറ്റി എന്നുള്ളതാണ്. പിന്നീട് പോസിറ്റീവ്, അതുപോലെ തന്നെ ഒരുപാട് പോസിബിലിറ്റീസ് എല്ലാ സമയത്തും നമ്മൾ എത്രത്തോളം പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്നു, അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് നമ്മൾ പറഞ്ഞത് ഫോക്കസ് ഇസ് എ കീ ടു സക്സസ് എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് 2 വളരെ എമിനന്റ് ചെയർമാനും നമുക്കെല്ലാം വളരെ സുപരിചിതമായ ശ്രീ സാറാണ്. മറ്റൊന്ന് ശ്രീ വിനയ് മേനനാണ്. അദ്ദേഹം ലോകപ്രസിദ്ധമായ ചെൽസി ഫുട്ബോൾ ക്ലബിന്റെ വെൽനസ് കൺസൾട്ടന്റ് ആണ്. അതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. Mr. Kochausep Chittilappilly, a Keralite entrepreneur who doesn't need much introduction. It was his long vision and hard work which made him successful, who started his business venture 40 years back with only a capital investment of 1 lakh Indian rupees. While resigning his job at the age of 26 and entering into this competitive business world, the strength what he had was strong willpower and a never give up attitude. An exceptional example to the new generation by showing the path of how one can be successful in business as well as in social activities. He himself became a referral book for others by even donating his own organ to a patient and brought him back to life. ചെൽസിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു വെൽനസ് കൺസൾട്ടൻ്റ് ആയിട്ടാണ്. ഞാൻ അവിടെ
ബേസിക്കലി ഞാൻ ചെയ്യിക്കുന്നത് അവയർനെസ് ചെയ്യിക്കും, ആളുകളെ എങ്ങനെ ഫോക്കസ് ചെയ്യണമെന്ന് ചെയ്യിക്കും, പിന്നെ ലാസ്റ്റിലേക്ക് അത് വിക്ടറിയിലേക്ക് കൊണ്ടുവരും. അത് ഇത് ഒരു സ്റ്റെപ്പാണ്. നമ്മളറിയണം. സോ പ്ലെയർ ആയാലും മനുഷ്യനായാലും നമ്മളെ അറിയണം. സോ നമ്മളെ അറിയിക്കാൻ വേണ്ടി യു നീഡ് ടു അവെയർ ഓഫ് ദ തിങ്സ്. സോ അവെയർനെസ് ചെയ്യിപ്പിക്കണം. ആ അവെയർനെസ് ഒരു പ്രാവശ്യം അവെയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അവരെ ഫോക്കസിലേക്ക് കൊണ്ടുവരാം. ഫോക്കസിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ആ ലാസ്റ്റ് പീക്ക് പെർഫോമൻസ് വരുള്ളൂ. എത്ര സ്കില്ലുണ്ടെങ്കിലും, എത്ര ടാക്ടിക്സ് ഉണ്ടെങ്കിലും, എത്ര കേപ്പബിൾ ആണെങ്കിലും, ആ ലാസ്റ്റ് ക്രീം ഈസ് the concentration, the focus, the timing. അതാണ് ഞാൻ ചെയ്യിക്കുന്നത്. നമുക്ക് വളരെ സുപരിചിതമായ 2 നെയിംസ് തന്നെയാണ്. സോ ശ്രീ കൊച്ചൗസേപ്പ് സാർ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തെ പറ്റി ആദ്യമായിട്ട് നമ്മൾ ആലോചന വരുന്നത്, എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ, കൊച്ചു കേരളത്തിൽ എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ്സ് തുടങ്ങിക്കഴിഞ്ഞ് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഉടനെ തന്നെ അത് വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ തന്നെ നിന്ന് സ്വപ്രയത്നത്താലും ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം പടുത്തുയർത്തി. സാമൂഹികമായിട്ടും വളരെ പ്രതിബദ്ധത കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഹി ഈസ് ഇൻവോൾവ് ഇൻ എ ലോട്ട് ഓഫ് ഫിലാന്ത്രോപിക് ആക്ടിവിറ്റീസ് ആൻഡ് ലീഡ്സ് lot of those things. He is also an accomplished writer. He has written a lot of books on practical wisdom of management, and he is also a winner of several awards naturally. So അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശ്രീ വിനയ് മെനൻ, he is an expert, he is a wellness expert, and he is an expert in tuning both the body and the mind for peak performance, and he has a framework called ARFA framework. അതായത് ഇപ്പൊ അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവയർനെസ്, റിക്കവറി, ഫോക്കസ് ആൻഡ് an achievement. So that is the framework. അത് ഉപയോഗിച്ച് അദ്ദേഹം ഒരുപാട് നിരവധി വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സോക്കർ പ്ലെയേഴ്സിന്റെ പെർഫോമൻസ് വളരെയധികം ഇംപ്രൂവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം തീർച്ചയായിട്ടും പറയും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു നമ്മുടെ ടീമിനെ പറ്റിയിട്ടാണ്. ഇപ്പം അതിന്റെ ആ സ്ലൈഡ് ഒന്നും ഇടുകയാണെങ്കിൽ നമ്മുടെ ടീമിന്റെ ഇന്നത്തെ സെഷൻ നമ്മൾ മോഡറേറ്റ് ചെയ്യുന്നത് ശ്രീ മുഹമ്മദ് സൈഫും ആനന്ദ് ഹരിദാസുമാണ്. മുഹമ്മദ് സൈഫ് ORCയുടെ സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റർ ആണ്. ആനന്ദ് ഹരിദാസ് ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്. മുമ്പ് ഹിന്ദു ന്യൂസ് പേപ്പറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇത് കൂടാതെ ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ റിസർച്ച് വർക്കുകളെല്ലാം ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ടോപ്പിക്സ് സെലക്ട് ചെയ്യാനായിട്ട്, സ്പീക്കേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടീമുണ്ട്. അത് മെയിൻലി മിസ്റ്റർ ഹാരിഷ്, അദ്ദേഹം സദ്ഭാവന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ CEO ആണ്. പ്രൊഫസർ അമൃത്, പിന്നെ രഞ്ജിത് വാര്യർ ആൻഡ് വിജയ് ഭാസ്കർ, ബോത്ത് ആർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ബേസ്ഡ് ഇൻ കൊച്ചിൻ. നിരഞ്ജന മെനൻ, she did a masters from Imperial College in London and is a civil services aspirant. ഞാൻ കവിരാജ് നായർ, ഒരു മാനേജ്മെന്റ് പ്രൊഫഷണൽ ആണ്. മിസ്റ്റർ ആനന്ദ് മണി, അദ്ദേഹം വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള എഞ്ചിനീയർ ആണ്, കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള. മിസ്റ്റർ രോഹിത് ഫിലിപ്പ്, ഈസ് ഫ്രം ദ ഇന്നോവേഷൻ സ്ട്രാറ്റജി സെൽ. ഇതാണ് റിസർച്ച് ടീം. ഇത് കൂടാതെ നമുക്കൊരു ക്രിയേറ്റീവ് ആൻഡ് ടെക്നിക്കൽ ടീം ഉണ്ട്. ഇതിന്റെ എല്ലാ ബാനർ ആഡ്സ്, അഡ്വർടൈസ്മെന്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്രിയേറ്റീവ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് ഡാനിഷ് ഹൈഡ്രോസ്, പ്രശാന്ത് ചന്ദ്രൻ, ആര്യ, ബൈജു എന്നിവരാണ് അതിൻ്റെ അകത്തുള്ളത്. ഇത് കൂടാതെ ഇന്നത്തെ ഈ ഇനിഷ്യേറ്റീവ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരനായിട്ടുള്ള ശ്രീ വിജയൻ IPS സാറിന്റെ, വിജയൻ സാറിന്റെ ലീഡർഷിപ്പിലും ഗൈഡൻസുമാണ്. നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതനായ അദ്ദേഹം എല്ലാ ദിവസവും സമൂഹ നന്മയ്ക്കും ജനനന്മയ്ക്കും വേണ്ടി ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ചെയ്യുന്നുണ്ട്. ചില എക്സാമ്പിൾസ് എന്റെ ഓർമ്മയിൽ ഇപ്പം പെട്ടെന്ന് വരുന്നത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ്, അല്ലെങ്കിൽ പിന്നെ നന്മയുടെ കീഴിലുള്ള ഡ്രഗ് ബാങ്ക്, പിന്നെ അതുപോലെ തന്നെ ഒരു വയർ റൂട്ട എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവിലൂടെ ഇപ്പൊ കോവിഡ് കാലത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു. പിന്നെ അതുപോലെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളുള്ള വീടുകളിൽ നിന്ന് വരുന്ന ഒരു 10,000 കുട്ടികൾക്ക് സീപ്പ് കേപ്പബിലിറ്റി എക്സ്പ്ലോറേഷൻ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിലൂടെ ഒരു നല്ല ട്രെയിനിങ് കൊടുത്തു. സോ അങ്ങനെ ഒരുപാട് നല്ല ഇനിഷ്യേറ്റീവ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സോ ഇന്നത്തെ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ വിജയൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സർ. താങ്ക് യു കവിരാജ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഏറെ ബഹുമാന്യനും പ്രിയങ്കരനുമായിരിക്കുന്ന നമ്മുടെ കൊച്ചൗസേപ്പ് ജി, നമ്മുടെ പ്രിയ സുഹൃത്ത് ലണ്ടനിൽ നിന്നും ജോയിൻ ചെയ്യുന്ന ശ്രീ വിനയ് മേനോൻ, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ട് വിവിധ ദേശങ്ങളിലൂടെ കാണുന്ന 10,000-കണക്കിന് ഞങ്ങളുടെ നല്ലവരായിരിക്കുന്ന വ്യൂവേഴ്സ്, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മൾ
ശ്രീ കവിരാജ് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇത് 26ാമത്തെ ടോക്കാണ്. 26ാമത്തെ വീക്കാണ് നമ്മൾ നടത്തുന്നത്. ഈ പോസിറ്റിവിറ്റിയെയും പോസിബിലിറ്റിയെയും എക്സ്പ്ലോർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വിവിധങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ വേർപ്പെടുത്തിക്കൊണ്ട് അതിൽ ജീവിതത്തിന്റെ ആ ജീവിതഗന്ധിയായിരിക്കുന്ന പ്രഭാഷണവും ഇന്ററാക്ഷനുമാണ് നമ്മൾ ഇതിലൂടെ ഓർഗനൈസ് ചെയ്തു വരുന്നത്. അതില് മൂന്നാമത്തെ സീരീസ് ആയിരിക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 10 സീരീസിന്റെ ഓവറോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അൺലീഷിംഗ് ദ ഹ്യൂമൻ പൊട്ടൻഷ്യലാണ്. We believe that every human being is full of energy, full of potential, and that അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലോർഡ് ചെയ്യാൻ how we can help them എന്നുള്ളതാണ്. പണ്ട് നമ്മൾ കഴിഞ്ഞ സീരീസിൽ ഞാൻ പറഞ്ഞതുപോലെ ഗലീലിയോ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ആരെയും പഠിപ്പിക്കുകയല്ല, നമ്മൾ അവരിലുള്ള കഴിവുകൾ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യലിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യുക എന്നുള്ളതിൽ ഇൻസ്പയർ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫോക്കസ് എന്നുള്ളത്. കാരണം ഫോക്കസ് എവിടെയൊക്കെയാണോ നമ്മൾ ഫോക്കസ് ആകുന്നത് അവിടെയാണ് സക്സസിന്റെ റേറ്റ് എന്ന് പറഞ്ഞതും ഹാപ്പിനെസിന്റെ റേറ്റ് എന്ന് കൂടുന്നതും ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ക്രിയേറ്റിവിറ്റിയും ക്യൂരിയോസിറ്റിയും എക്സലൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ റീഡിഫൈനിങ് ദ ലിമിറ്റ്സ് ഒക്കെ ആയിരുന്നു നമ്മൾ എത്തിയിരുന്നെങ്കിൽ ഇപ്പം വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ റോൾ ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് ഫോക്കസ് ഓർ ഫോക്കസ് ആസ് കീ ടു സക്സസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് ഫോക്കസ് എന്ന് പറഞ്ഞത്? വളരെ സിമ്പിൾ ആയിട്ട് നമ്മളെ ഓഡിയൻസ് എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സ് ടു ദി വെരി എൽഡേഴ്സ് വരെയുള്ള പ്രൊഫഷണൽസ് ആയിരിക്കുന്നവരും അല്ലാത്തവരായിരിക്കുന്ന പലരും ഉണ്ട്. പക്ഷേ ഈ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയാണ് ചൂസിങ് വൺ തോട്ട് അമംഗ് ദി തൗസൻഡ്സ് ഓഫ് തോട്ട്സ് എന്നുള്ളതാണ്. ഒരു പക്ഷേ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഫോക്കസിനെ പറ്റും പറയാൻ പറ്റും. ആയിരക്കണക്കിന് ചിന്തകൾ ഒരു മനുഷ്യരിലൂടെ 60,000-നും 80,000-നും ഇടയിലുള്ള ചിന്തകൾ ഒരു ദിനം കടന്നു പോകുന്നതാണ് പറയുന്നത്. അതിൽ ഒരു തോട്ടിനെ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ എനർജിയെ ഒരു സിംഗിൾ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് അതിനെ ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് കൊണ്ടുപോകുക. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പദ്ധതികൾ, ആഗ്രഹങ്ങൾ, പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗോളിലേക്ക് നമ്മൾ എനർജിനെ പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വണ്ടർഫുൾ ഇഫക്ട്സിനെ കുറിച്ചിട്ടാണ് ഫോക്കസ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും തന്നെ വിജയിയും അല്ലെങ്കിൽ ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ പേഴ്സണും അത്ര തന്നെ ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ എത്തിപ്പെടാത്ത ആളുകളും തമ്മിൽ ഈ ഫോക്കസിൽ ഉണ്ടാകുന്ന ഒരു പരാജയം കൂടിയല്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരിക്കൽ നമ്മളുടെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു തോട്ടിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തില് പല മേഖലകളിലും ഇത്തരത്തില് കൊച്ചൗസഫ് ചിറ്റലപ്പള്ളിയെ പോലെയും വിനയനെ കുറിച്ചും അല്ലെങ്കിൽ ഇവിടെയുള്ള മെസ്സിയോ റൊണാൾഡോയോ അതല്ലെങ്കിൽ ഇവിടുത്തെ വൻ ബിസിനസ് ആളുകളുടെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ സക്സസ്ഫുൾ പേഴ്സൺസ് എല്ലാം ജീവിതത്തിൽ പരീക്ഷിച്ചിരിക്കുന്നു. വൺസ് ദേ സെറ്റപ്പ് എൻ ഗോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ സ്കൈയിലൂടെ ഫ്ലൈ ചെയ്യുക എന്നുള്ളതും ഇന്ത്യയെ ഒരു സയന്റിഫിക് വേൾഡിന്റെ ഹൈറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ 1915 ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ സമ്പൂർണ്ണ സ്വരാജാണെന്ന് സ്വപ്നം കണ്ട ഗാന്ധിയെ പോലെയൊക്കെയുള്ള ആളുകൾ വൺസ് ഗോൾ സെറ്റ് ഫോക്കസ് ക്ലിയർ ആയപ്പോൾ പിന്നെ അവരുടെ ബോഡി ആൻഡ് മൈൻഡ് സംടൈം ദ സ്പിരിറ്റ് ഓൾസോ ഫിക്സ് ടു ദാറ്റ് വൺ. അങ്ങനെ അതിലേക്ക് നമ്മൾ ഒരു തോട്ടിനെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയെയും മൈൻഡിനെയും അതിലേക്ക് എങ്ങനെ നമുക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മളെ അതിൽ നിന്ന് പിന്തിരിക്കുന്ന ശക്തികളെ, ഡിസ്ട്രാക്ഷൻസിനെ നമുക്ക് ഒരുപക്ഷെ ഫോക്കസ് എന്ന് പറയുന്നത് തിരിച്ചിട്ട് കോൺകറിങ് ദ ഡിസ്ട്രാക്ഷൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ ഒരു ഡിസ്ട്രാക്ഷനെ കോൺകർ ചെയ്യാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം, നമ്മളുടെ പലപ്പോഴും തന്നെ നമ്മളൊരു ഫോക്കസിൽ നിന്നും നമ്മൾ തെറ്റിപ്പോകുന്നതിന്റെ ഇഫക്റ്റിൽ നിന്നും തെറ്റിപ്പോകുന്നതിന്റെ ഒരു കാര്യം, നമ്മൾ പലപ്പോഴും പ്രസന്റിൽ ജീവിക്കാതെ നമ്മൾ പാസ്റ്റിനെ കുറിച്ചിട്ട് കഴിഞ്ഞു പോയിരിക്കുന്ന കാലത്തിനെ കുറിച്ച് ചിന്തിച്ചു പോവുക, അല്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയൊരു ലോകത്തെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുക എന്നുള്ളതോടുകൂടി നമ്മുടെ ഫോക്കസിന്റെ എനർജി നഷ്ടപ്പെട്ടു പോകാറുണ്ടെന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഗോൾ അടിക്കാൻ പോകുന്ന സമയത്ത് ഗോൾ കിക്ക് ചെയ്തിട്ട് ഗോൾ ആയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ എനർജി ലോസ് സംഭവിക്കും. അതുകൊണ്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ഓൺ ദ ആക്ഷൻസ്, നമ്മളെ കർമ്മത്തിൽ നമ്മൾ നല്ലപോലെ ഫോക്കസ് ചെയ്യും, നോട്ട് ഓൺ ദ റിസൾട്ട്സ് എന്നുള്ള. കർമ്മം നന്നായി കഴിഞ്ഞാൽ നമ്മളെ റിസൾട്ടും വളരെ നന്നായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അനുഭവങ്ങൾ പറയുന്നതാണ്. ഇവിടെ ഒരു കാര്യം കൂടി ഉള്ളത്, അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മളുടെ ചിന്തകളെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ പ്ലാനിന് ഫോക്കസ് കഴിഞ്ഞാൽ അതിനെ പിന്നെ പ്രയോറിറ്റൈസ് ചെയ്യാന്നുള്ള നമ്മൾ ഓരോരോ ആക്ഷനും ഒരു കാര്യം തന്നെ നേടിയെടുക്കാൻ വേണ്ടി നിരവധിയായിരിക്കുന്ന വഴികളും പാതകളും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും എന്നിട്ട് ഫസ്റ്റ് തിങ് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ്.
അതിൽ നമ്മൾ ഓരോ ഭാഗത്ത് ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ചെയ്യേണ്ടുന്ന ടു ഡു ലിസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന കൂടെ തന്നെ നോട്ട് ടു ഡു ലിസ്റ്റ് എന്താണെന്നുള്ളത് പ്രിപ്പയർ ചെയ്യുന്നതും വളരെ അനിവാര്യമാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടാത്തത്, ഒരു ദിവസം ചെയ്യരുതാത്തത് എന്ന് സാധാരണ നിലക്ക് പല മാനേജ്മെന്റ് പുസ്തകങ്ങളിലും മോർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ടു ഡു ലിസ്റ്റിലാണെങ്കിൽ നമ്മൾ ജീവിതത്തിന്റെ അതേ സമയം തന്നെ നമ്മളെ പ്രിപ്പറേഷൻസ് നടത്തുന്ന സമയത്ത് തന്നെ നമ്മൾ നോട്ട് ടു ഡു എന്നുള്ള ലിസ്റ്റിലും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ആ നോട്ട് ടു ഡു ലിസ്റ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു പ്രിവെന്റ് ദ ഡിസ്ട്രാക്ഷൻ ഫ്രം ദ ഫോക്കസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു കാര്യം ഈ ഫോക്കസിന്റെ ഒരു വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞത് ഇറ്റ് ആക്ടിവേറ്റ്സ് ഫ്രം ഇൻസൈഡ് എന്നുള്ളത്. നമ്മൾ ഒരിക്കലും ഒരു ഫോക്കസിലേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞാൽ, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് ആയിട്ടും റൈറ്റർ ആയിട്ടും എന്റർപ്രണർ ആയിട്ടും ഒക്കെ ഒരു പക്ഷേ ക്വസ്റ്റ്യനൊക്കെ അല്ലെങ്കിൽ എത്തിപ്പെടാൻ ഇങ്ങനെയുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വിനയന് ഗോൾഡ് ലക്ഷ്യസ്ഥാനത്തേക്ക് ആളുകൾ നയിക്കുന്നുണ്ടെങ്കിൽ ആ ഒരുത്തന്റെ ഫോക്കസിലേക്ക് നമ്മൾ കയറ്റിയെടുക്കുന്ന സമയത്ത് അവൻ ഇന്റേണൽ ആയിരിക്കുന്ന ഓൾ എനർജീസ് ട്രിഗർ അല്ലെങ്കിൽ ആ ഇന്നർ സ്ട്രെങ്ത് മൊത്തത്തിൽ ട്രിഗർ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും ഇനാക്റ്റീവായ ഡോർമെന്റ് ആയിരിക്കുന്ന ഒരു സെല്ല് പോലും ഒരു വ്യക്തമായ ഫോക്കസോടുകൂടി ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ട്രിഗർ ചെയ്യപ്പെടുന്നുള്ളത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമുക്ക് തന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ അനുഭവത്തിൽ കാണാറുണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് അനിവാര്യമായിരിക്കുന്ന ഒരു യാത്രയാണെങ്കിൽ നമ്മൾ എല്ലാ ക്ഷീണവും മറന്നുകൊണ്ട് നമ്മൾ പോകും. അല്ലെങ്കിൽ വളരെ അനിവാര്യമായിരിക്കുന്ന പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ പഠിക്കുന്ന ആളുകൾ ഇത്രയും സമയമൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് തോന്നാറുണ്ട്. അതേപോലെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, വൺസ് വി ഹാവ് എ ഫോക്കസ്, വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ഒരു ഫോക്കസ് ഓഫ് തോട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രോബ്ലത്തെ, നമ്മളുടെ പ്രയാസങ്ങളെ, നമ്മളുടെ ഇംപെഡിമെന്റ്സിനെ എല്ലാം തന്നെ അത് ട്രാൻസെൻഡ് ചെയ്തിട്ട് ഒരു പക്ഷേ അതിന്റെ ചിന്തയിൽ പോലും വരാത്ത അവസ്ഥയിലേക്ക് നടത്താൻ പറ്റും. ഒരുപക്ഷെ വേറെ തിരിച്ചു നോക്കുന്ന കൂടി പറ്റുന്ന ഒരു കാര്യം, ഫോക്കസ്ഡ് ആണോ എന്ന് നമ്മൾ അറിയാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലത്തെയും പ്രയാസങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പ്രോബ്ലത്തെയും പ്രയാസങ്ങളെയും കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നത് നമ്മൾ ഫോക്കസ്ഡ് അല്ല എന്ന് കൂടി വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ ഫോക്കസ് ആയിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുക. നമ്മൾ ആ കമ്മിറ്റ്മെന്റ് അത് നമ്മളുടേതാണെന്നും അത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടതാണെന്നുള്ള നിരന്തരമായ ചിന്ത ഉണ്ടാകുക. ഫോക്കസ് എന്ന് പറഞ്ഞത് സാധ്യമാകണമെങ്കിൽ നിരന്തരമായ മൈൻഡിനെ അതിനകത്തേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സെന്ന് പറയുന്നത് വളരെ ഹൈ പൊട്ടൻഷ്യൽ എനർജി ഉള്ളതാണെന്നും നിരവധി തോട്ടുകളുടെ ഒരു ബണ്ടിലാണ്, തോട്ട്സിന്റെ ബണ്ടിലാണ് മൈൻഡ് എന്നുള്ളത് നമ്മൾ അറിയുകയും ആ മൈൻഡ് ഒന്നിൽ നിന്നും വ്യതിചലിച്ച് ഓടിപ്പോകാനുള്ള ഒരു മങ്കിയുടെ അല്ലെ കുരങ്ങന്റെ നിരന്തരമായിരിക്കുന്ന ചാഞ്ചാടത്തിന്റെ സ്വഭാവമുള്ളതാണ് മനസ്സെന്ന് മനസ്സിലാക്കി മനസ്സിനെ നിരന്തരമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് അതിൽ നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ലീഡ് ടു ദി ഫോക്കസ് ആൻഡ് അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഫോക്കസിലേക്ക് നിരന്തരമായി പോവുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ദാറ്റ് ലീഡ്സ് ടു ദ മിറാക്കിൾ ഓഫ് കോസ്മിക് എനർജി. ഒരാള് ഒരു കാര്യത്തിന് വേണ്ടി നിരന്തരമായി ശ്രമിക്കുകയും നിരന്തരമായിട്ട് അതിനു വേണ്ടിയിട്ട് ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അതിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ കോസ്മിക് എനർജി എൻറ്റയർലി തന്നെ നമ്മൾക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കോൺസ്പയർ ചെയ്യുന്നുകൂടി ചിന്തകന്മാരും ജീവിതാനുഭവമുള്ളവരും പറയുന്നുണ്ട്. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്. ലെറ്റ് us all be focused in one area or other. Thank you so much. താങ്ക് യു സർ. വളരെ ഫോക്കസ്ഡ് ആയിട്ട് സാറ് ഫോക്കസിനെ കുറിച്ച് വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു സന്തോഷം കൂടി ഉള്ളത്, ഞങ്ങളുടെ ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ട ഗൈഡൻസും മെന്റർഷിപ്പോ തരുന്നത് വിജയൻ സാറാണ്. വിജയൻ സാറിന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. അപ്പോൾ ഞങ്ങളെ പോസ്റ്റ്പോസിന്റെ അണിയറ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള ഈ സ്പീക്കേഴ്സിന്റെയും അതുപോലെ തന്നെ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകരുടെയും അവരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് സാറിനെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ അറിയിക്കുന്നു. നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ ചർച്ചയിലേക്ക് കടക്കാം. ഒരു സന്തോഷവും സങ്കടവും ഒക്കെ സമ്മിശ്രമായിട്ടുള്ള ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ചക്ക് എടുത്തിട്ടുള്ളത്. നമ്മളെ നേരത്തെ കവിരാജ് സൂചിപ്പിച്ചതുപോലെ 10-15 വർഷത്തിലധികമായി കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് മുൻപന്തിയിലുണ്ട് നന്മയുടെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള മിഷൻ ബെറ്റർ ടുമോറോ വളരെ ഫോക്കസ്ഡ് ആയി കഠിനാധ്വാനം ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ 26ാമത്തെ പോസ്റ്റ്പോസിന്റെ എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കോവിഡ് സമയത്ത് ജനമനസ്സുകളിൽ പോസിറ്റിവിറ്റി പടർത്താനും അതുപോലെ തന്നെ നല്ല സാധ്യതകളെ അന്വേഷിക്കാനും നമ്മൾ തുടങ്ങിയിട്ടുള്ള ഈ ഒരു പോസ്റ്റ്പോസ് ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സൂമിൽ ഏകദേശം ഇപ്പൊ തന്നെ ഒരു 630ഓളം ആളുകളായിട്ടുണ്ട്. മിക്കവാറും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അധ്യാപകർ, ജീവിതത്തിന്റെ പല തുറകളിൽ നിന്ന് സ്ഥിരമായിട്ട് ഇപ്പൊ ഇതിന്റെ ഒരു പ്രേക്ഷകരായി മാറിയിട്ടുള്ള ആളുകൾ,
അത് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന്, US നിന്നുണ്ട്, UK നിന്നുണ്ട്, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് മലയാളം സംസാരിക്കുന്ന ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് ഈ ഷോയിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് സൂമിൽ നിങ്ങളെല്ലാവരും പല ആൾക്കാരും അവർ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദയവീതിട്ട് ഈ ഒരു സ്പേസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ഈ ചർച്ചയ്ക്ക് ശേഷം കുറച്ച് സമയം നമ്മൾ പ്രേക്ഷകരിൽ നിന്നുള്ള ചില ചോദ്യങ്ങൾ കൂടി നമ്മുടെ സ്പീക്കേഴ്സിന്റെ അടുത്തേക്ക് എടുക്കാൻ വേണ്ടി സമയപരിധിക്കുള്ളിൽ നിന്ന് ശ്രമിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്കുള്ള ഈ വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഷോയെ കുറിച്ചോ ഉള്ള, ഇവന്റിനെ കുറിച്ചോ ഉള്ള അഭിപ്രായങ്ങൾ എഴുതാം. അതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് സ്പീക്കേഴ്സിനോടുള്ള ചോദ്യങ്ങൾ ചാറ്റിൽ എഴുതാം. ആയിരക്കണക്കിന് ആളുകൾ, ഇത് ഒരു 1000-ലധികം ഫേസ്ബുക്കിൽ ഇതിപ്പോ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവിടെ കാണുന്ന ആളുകൾക്ക് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും നിങ്ങൾക്കുള്ള കമന്റ്സും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് ഉന്നയിക്കാവുന്നതാണ്. നമ്മൾ സമയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ചോദ്യങ്ങൾ നമ്മുടെ സ്പീക്കേഴ്സിനേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കും. നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ ചർച്ചയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ചിറ്റിലപ്പള്ളി സാറിൽ നിന്ന് തുടങ്ങാം. ഗുഡ് ഈവനിങ് സർ. സർ കേൾക്കാവല്ലോ അല്ലേ സർ? കേൾക്കാലോ. ഹായ് സർ. ക്ലിയർ ആണല്ലോ? സൗണ്ട് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ് സർ. സാറിന്റെ അടുത്ത് നമുക്ക് ഈ ഒരു വിഷയം ഞങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ ഈ ഫോക്കസ് ദ കീ ടു സക്സസ് എന്ന് വന്നപ്പോ ഞങ്ങളുടെ മനസ്സിലൊക്കെ ഒരു ഒരേ സ്വരത്തിൽ എല്ലാവരും അഭിപ്രായപ്പെട്ട ഒരു പേരായിരുന്നു സാറിൻ്റെത്. അപ്പൊ സാറിന് ഈ വിഷയം കേട്ട സമയത്ത്, ഈ വിജയത്തിലേക്കുള്ള വഴി ഫോക്കസ് എന്നുള്ള വിഷയം കേട്ട സമയത്ത് സാറിന് തോന്നിയ ചിന്തകൾ, സാറിന്റെ വ്യക്തി ജീവിതത്തെയും അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ ജീവിതത്തെയും മുൻനിർത്തി സാറിന് തോന്നിയ ചിന്തകളൊന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ സാർ? ഓക്കെ, താങ്ക് യു. ആദ്യമേ തന്നെ എന്നെ ഈ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദിയുണ്ട്. വിജയൻ സാറിന് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. ഹായ് വിജയൻ സാർ. ഹായ്, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അതുപോലെ തന്നെ നന്മ ഫൗണ്ടേഷന്റെ നെടുന്തൂണായിട്ടുള്ള വിജയൻ സാർ, അതുപോലെ ഇതിന്റെ സംഘാടകരായിട്ടുള്ള കവിരാജ്, ദെൻ മുഹമ്മദ് ആൻഡ് ആനന്ദ്, പിന്നെ എന്നിതിലേക്ക് ക്ഷണിച്ച വാര്യർ, രജിത് വാര്യർ, സ്നേഹമുള്ളവർ. ഇന്നത്തെ ടോപ്പിക് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നമ്മൾ ഫോക്കസിനെ പറ്റി പറയുമ്പോൾ ഇപ്പൊ എൻ്റെ കാര്യത്തിൽ മാത്രമല്ല എന്ന് എനിക്ക് തോന്നുന്നു, എല്ലാവരും വിജയം കൈവരിച്ചിട്ടുള്ള ആരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും അവർ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. അല്ലാതെ വിജയം കൈവരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭാഗ്യം കൊണ്ടല്ല വിജയം കൈവരിക്കുന്നത്, അതിന്റെ പുറകിൽ എന്തോ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഒരു പ്രധാന ആസ്പെക്ട് നേരത്തെ വിജയൻ സാർ പറഞ്ഞ പോലെ തന്നെ ആ ഫോക്കസ് എന്നുള്ളതിന്റെ ഒരു തീവ്രത അത് വളരെ കൂടുതലാണെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എൻ്റെ ചില അനുഭവങ്ങൾ പറയാം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഇതുപോലെ ഒരു ബിസിനസ്സുകാരനാവണമെന്ന് വിചാരിച്ച ആളല്ല. എൻ്റെ ആഗ്രഹം വേണ്ട ഒരു സയന്റിസ്റ്റ് ആവണമെന്നായിരുന്നു. പക്ഷെ ഞാനൊരു പ്രതിസന്ധിയിലാണ് ഞാൻ ബിസിനസ് തുടങ്ങേണ്ടി വന്നത്. കാരണം ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു ചെറുകിട സ്ഥാപനമാണ്. അത് നല്ല നിലയിൽ പോകുന്നില്ല. അവരെനിക്ക് ശമ്പളം കൂട്ടിത്തരുന്നില്ല, അവിടെ പ്രൊമോഷന് സാധ്യതയില്ല, വേറെ നല്ല ജോലി കിട്ടുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ റിസൈൻ ചെയ്ത് തുടങ്ങേണ്ടി വന്നത്. അപ്പോൾ ഞാൻ പറയും, പ്രതിസന്ധികളാണ് എപ്പോഴും നമ്മളെ മാറി ചിന്തിക്കുന്നത്. അങ്ങനെ മാറി ചിന്തിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫോക്കസ്ഡ് ആയാൽ മാത്രമേ വിജയം കൈവരിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇവിടെ ഇപ്പം എന്നെ നമ്മളെ കേൾക്കുന്നവരിലെ കുറെ ബിസിനസ്സുകാരുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, കുറെ പേര് നന്നായിട്ട് വിജയിക്കുന്നു, കുറെ പേര് കാര്യമായിട്ട് വിജയിക്കുന്നില്ല, കുറെ പേര് തോൽക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഒരു ഫാക്ടർ എനിക്ക് തോന്നുന്നു ഈ ഫോക്കസിന്റെ ആ ലാക്ക് ഓഫ് ഫോക്കസ്, ആ ഫോക്കസ് ഇല്ലായ്മ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇപ്പൊ 41 വർഷമായി ബിസിനസ്സിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്. അന്നും ഇന്നും നിങ്ങൾ ചോദിക്കുകയാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും ബിസിനസ്. കാരണം അതാണ് എൻ്റെ ഡെയിലി ബ്രെഡ്. പിന്നെ വീണ്ടും നിങ്ങൾ ചോദിക്കും സെക്കൻഡ് പ്രയോറിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബിസിനസ്. കാരണം അതില്ലാതെ വേറെ ഒന്നും ഇല്ല. അപ്പൊ അടിസ്ഥാനമാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഒരു ഫുട്ബോൾ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ കഴിവ് തെളിയിക്കേണ്ടത് ഫുട്ബോൾ പ്ലേയിലാണ്. അല്ലാതെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ട് എങ്ങും എത്താതെ പോകുന്നേക്കാളും എത്രയോ നല്ലതാണ് ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്
വിജയം കൈവരിക്കുക എന്നുള്ളത്. അത് ഇപ്പൊ എൻ്റെ കേസിൽ മാത്രമല്ല, മിക്ക വിജയം കൈവരിച്ചവരുടെ കാര്യത്തിലും അത് തന്നെയാണ്. നമ്മൾ തന്നെ നേരത്തെ സൂചിപ്പിക്കേണ്ട നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ കാര്യം. അദ്ദേഹത്തിന്റെ ലൈഫ് ഹിസ്റ്ററി എത്ര 600ഓളം പേജുള്ള ഇത് ഞാൻ വായിച്ചതാണ്. വായിച്ചതിന്റെ പ്രധാന ഉദ്ദേശം ഈ മനുഷ്യൻ, ഇദ്ദേഹം എന്താണ്, ഇത്ര വലിയ കഴിവുള്ള മനുഷ്യൻ എങ്ങനെയായിരുന്നു, ചെറുപ്പം എങ്ങനെയായിരുന്നു, കോളേജ് എങ്ങനെയായിരുന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം വളരെ ഒരു ഇൻട്രോവേർട്ടായിരുന്നു, നമ്രമുഖനായിരുന്നു, അധികം സംസാരിച്ചിരുന്നില്ല സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. പയ്യെ അത് മാറ്റിയെടുത്തു. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകിലൊരു എഫേർട്ട് ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും, ഇല്ലാതിരിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി അറിയാം, അതായത് ഈ മഹാത്മാഗാന്ധിജിക്ക് കിട്ടിയ വഴിത്തിരിവ് എപ്പോഴാണ് കിട്ടിയത്? തീർച്ചയായിട്ടും ഞാൻ പറയും, അന്ന് സൗത്ത് ആഫ്രിക്കയിൽ ആ ട്രെയിൻ ജേണിയിൽ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തേക്ക് പിടിച്ച് തള്ളിയിട്ടപ്പോഴായിരിക്കണം ആ ഒരു ബോധോദയം ഉണ്ടായത്. അതായത് ഇങ്ങനെ പോയാൽ പറ്റില്ല, ഈ സൗത്ത് ആഫ്രിക്കയിൽ പോലും ഇത്രയ്ക്ക് നീചത്വം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നാട്ടിൽ, ഇന്ത്യയിൽ എന്തായിരിക്കും ഗതി എന്ന് ആലോചിച്ചിട്ട് അവിടുന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിലേക്ക് വന്ന അദ്ദേഹം പടിപടിയായിട്ട് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. എത്ര കൊല്ലമെടുത്തു അതിനു വേണ്ടിയിട്ട്, എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. പക്ഷെ എന്നാലും നമ്മൾ പറയില്ലേ, ആ ഒരു നിശ്ചയദാർഢ്യം അവിടെയാണ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത്. അത് വിജയം വരിച്ചിട്ടുള്ള എല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നെൽസൺ മണ്ടേല 26 വർഷമാണ് ജയിലിൽ കിടന്നത്, അല്ലേ? എപ്പോഴും ആ ഒരു ശുഭാപ്തി വിശ്വാസം കൈവിടാതെ, നിങ്ങളുടെ ഒരു ടോപ്പിക് തന്നെ പോസിബിലിറ്റിയാണ്. അപ്പോൾ ഈ ഫോക്കസിന്റെ ഞാൻ പറയും അതിന്റെ ആണിക്കല്ല് ഈ പോസിറ്റിവിറ്റിയാണ്. തീർച്ചയായിട്ടും യാതൊരു സംശയം വേണ്ട. അതായത് എന്താ പറയാ, നമ്മുടെ ഇതൊക്കെ പറയുന്ന വിടമാട്ടെ എന്നുള്ള ഒരു വാശി വേണം. ആ വാശി ഉള്ളവർ മാത്രമാണ് ജയിച്ചിട്ടുള്ളവരും. അല്ലാതെ ഒരു പകുതി മനസ്സോടെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും വിജയിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും ഒരു എക്സാമ്പിൾ പറയാറുള്ളത്, നമുക്കൊരു ഹോബി ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഹോബി ഉണ്ടെങ്കിൽ ആ ഹോബിക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ ഒരിക്കലും നമുക്കതൊരു അധ്വാനമായിട്ട് തോന്നില്ല, അതൊരു പ്ലഷറായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രധാന ജോലി നമ്മളൊരു ഹോബിയായിട്ട് തന്നെ കാണണം. അങ്ങനെ ഹോബിയായിട്ട് കണ്ടാൽ നമുക്കതൊരു ബുദ്ധിമുട്ട് തോന്നില്ല. എല്ലാവരും പറയും ഹാർഡ് വർക്ക്. എനിക്ക് അങ്ങനെ ഒരു ഹാർഡ് വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജോലി എൻജോയ് ചെയ്യായിരുന്നു, കാരണം പടിപടിയായിട്ട് വളർത്തിയെടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കാരണം ഈ ഫോക്കസിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് തീർച്ചയായിട്ടും ഇപ്പൊ വിജയം വരിച്ചിട്ടുള്ളവരെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. മിസ്റ്റർ വിജയ് മേനോനും ധാരാളം ഇതിനെ പറ്റി പറയാനുണ്ടായിരിക്കും. താങ്ക് യു സർ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. ഭാഗ്യം മാത്രമല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഫോക്കസും അതിനോടുള്ള ഡെഡിക്കേഷനും അതിനെ പറ്റിയൊക്കെ സാർ ചില ഉദാഹരണങ്ങൾ നിരത്തി സംസാരിച്ചു. നമുക്ക് വിനയ് മേനോൻ സാറും കൂടി ഉണ്ട്. സർ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് ഫോർ എവരിവൺ. ഗുഡ് ഈവനിങ് സർ. സാറ് ലണ്ടനിൽ നിന്നാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ വളരെ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു നേട്ടം കൈവരിച്ചിട്ട് മലയാളികളുടെ മൊത്തം അഭിമാനമായി മാറിയിട്ടുള്ള ഒരു ആളാണ് യഥാർത്ഥത്തിൽ വിനയ് മേനോൻ സാർ. സാറ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. സാറിനോടും എനിക്ക് തുടക്കത്തിൽ ചോദിക്കാനുള്ള ചോദ്യം അത് തന്നെയാണ് സാർ. അപ്പോൾ സാറ് ഒരു പേഴ്സണൽ ജീവിതത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് അവിടെ ചെൽസിയിൽ ഇത്രയും വലിയൊരു നേട്ടം കൈവരിക്കുകയും അവിടെ ലണ്ടനിൽ എത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ പേഴ്സണൽ ജീവിതത്തിൽ നിന്നും ഈ യാത്രയിലും ഈ പ്രൊഫഷണൽ ജീവിതത്തിലും ഈ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു ടോപ്പിക് സാറിന്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവന്ന സമയത്ത് സാറിന്റെ മനസ്സിലുള്ള ചിന്തകൾ ഒന്ന് സാറിന്റെ ലൈഫിനെ മുൻനിർത്തി ഒന്ന് പങ്കുവെച്ചാൽ നന്നായിരുന്നു. ഇത് എല്ലാവർക്കും എൻ്റെ നന്ദി, ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യാനും. അതും ഒരു എൻ്റെ ജീവിതം തുടങ്ങിയപ്പോഴും ഞാൻ ഒരു ഈ പ്രൊഫഷനിലേക്ക് വരണം എന്നുള്ള ഒരു പ്രചോദനം കിട്ടിയതും ഞാനൊരു ഇങ്ങനത്തെ ഒരു സംരംഭത്തിൽ കൂടെയായിരുന്നു.
അതാ ഞാനിപ്പോ വിജയൻ സാറിന്റെ സംസാരങ്ങൾ കേട്ട് എന്റെ ഒരു 20 വർഷം പിന്നിലേക്ക് പോയി. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എന്റെ ഡോക്ടറേറ്റ് തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു ചാരിറ്റി ഉണ്ടായിരുന്നു. സെയിം ടൈപ്പ് ഓഫ് ചാരിറ്റി ഒരെണ്ണുണ്ടായിരുന്നു. ആ ചാരിറ്റി ചെയ്യുന്ന സമയത്താണ് ഞാൻ എന്റെ ടോപ്പിക്, ഡോക്ടറേറ്റിന്റെ ടോപ്പിക് ഡിസൈഡ് ചെയ്തത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, എങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു ഇതായിരുന്നു എൻ്റെ മെയിൻ ഫോക്കസ്. ഞാൻ ഇപ്പോഴും അതിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിനെല്ലാവർക്കും എൻ്റെ നന്ദി, ഈ പ്രോഗ്രാമിലേക്ക് എന്നെ കൊണ്ടുവന്ന് വിളിച്ചതിനും അതിനുള്ള സമയം തന്നതിനും. പിന്നെ വിജയൻ സാറ് ഫോക്കസിനെ കുറിച്ച് വളരെ ഗംഭീരമായിട്ട് സംസാരിച്ചു. ഞാൻ ആ കേട്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പറയേണ്ട കുറെ കാര്യങ്ങൾ വിജയൻ സാർ കവർ ചെയ്ത് കഴിഞ്ഞു. വളരെ നന്ദി, അത് കേട്ടതിൽ വളരെ നന്ദി. പിന്നെ എന്റെ ജീവിതം, അതെ, ഞാൻ ചെറായി എന്ന് പറയുന്ന എറണാകുളത്തെ ഒരു പഞ്ചായത്തിൽ നിന്ന് എന്റെ ജീവിതം തുടങ്ങിയത്. ഞാൻ അവിടെ നിന്ന് എന്റെ ഒരു യാത്ര ചെറായി ടു ചെൽസി എന്ന് പറഞ്ഞൊരു യാത്രയിൽ അതൊരു 20 വർഷം എടുത്തു എനിക്ക് ശരിക്കും. ആ യാത്ര ശരിക്കും പറഞ്ഞ 20 വർഷത്തിലുള്ള യാത്രയാണ്. അതിന്റെ ഉള്ളിൽ ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. യാത്രയിൽ ആദ്യം ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഒരു 5 വർഷം എൻ്റെ ടൈം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഇത് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബോംബെയിൽ പോയി, ലോണാവാല, ദെൻ ടു ഹിമാലയത്തിൽ നിന്ന് ദുബായിൽ വന്ന് ഞാൻ ലണ്ടനിലെത്തി. ലണ്ടനിൽ വന്നിട്ട് 13 വർഷമായി. സോ ഞാൻ എന്തിനാണ് ഈ യാത്രയെ പറ്റി, ജീവിതം ഒരു യാത്രയായിട്ടാണ് ഞാൻ കരുതാറ്. ലൈഫ് ഈസ് എ ഫ്ലോ, ലെറ്റ് ഇറ്റ് ഫ്ലോ. നമ്മൾ അതിനെ തടഞ്ഞു നിർത്തേണ്ട, ഒരു നദി ഒഴുകണ മാതിരിയാണ്. അതിന്റെ ടൈഡ് നമ്മൾ മാറ്റണ്ട. ആ ഒഴുക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ അവസാനം വരുമ്പോൾ ഇപ്പോ ബാലസുബ്രഹ്മണ്യം സാറ് യാത്രയായ മാതിരി നമ്മളെല്ലാം യാത്രയാണ്. അതാണ് ജീവിതത്തിന്റെ ഒരു സത്യം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ടോപ്പിക് ഫോക്കസ് എന്ന് പറയുന്ന ടോപ്പിക് ആരോട് ചോദിച്ചാലും ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് അറിയാം എന്താണ് ഫോക്കസ് എന്ന്. എന്നാൽ റിയാലിറ്റിയിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരാർക്കും ഒരു ഡെഫിനിഷൻ ഫോക്കസിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഇപ്പൊ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസിനെ കുറിച്ച് കുറെ ഡെഫിനിഷൻ കിട്ടും. പക്ഷെ അതാണോ നമുക്ക് കൂടുതലായിട്ട് ചെയ്യേണ്ട കാര്യം? ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയൻ സാറ് പറഞ്ഞ മാതിരി ഇതിൽ പ്രേക്ഷകർ മാക്സിമം നമ്മൾ ഇത് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് ആണ്. ജീവിതം ഡെവലപ്പ് ചെയ്ത് വരുന്ന യങ്സ്റ്റേഴ്സ് ആണ്. അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന്, ജീവിതം ഞാനൊരു ടോർച്ചായിട്ടാണ് കരുതുന്നത്. ഫോക്കസ് എന്ന് പറയുന്നത് ഒരു ടോർച്ചാണ്. നമ്മൾ ടോർച്ച് ഏത് ഭാഗത്തേക്ക് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഏത് ഭാഗത്തേക്ക് നമ്മൾ ടോർച്ച് ഇത് ചെയ്യുക, ആ ഭാഗത്തേക്ക് വെളിച്ചം വരും. ആ വെളിച്ചത്തിൽ നോക്കി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പകുതി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. താങ്ക് യു സാർ. തിരിച്ചു വരാം സാറിന്റെ അടുത്തേക്ക്. സാറിന്റെ യാത്ര സാർ തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ യാത്രയിലൂടെ പല കാര്യങ്ങളും നമുക്ക് അന്വേഷിച്ചെടുക്കാനുണ്ട് സാറിന്റെ അടുത്ത് നിന്ന്. നമുക്കൊന്ന് സാറിന്റെ അടുത്തേക്ക് ഒന്നുകൂടി പോവാം. സാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു 2 മിനിറ്റ് വീഡിയോ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ സാർ കൈവെക്കാത്ത മേഖലകളില്ല, ഒരു ബഹുമുഖ പ്രതിഭയാണ് സാർ. അപ്പോൾ സാറ് ഈ കൈവച്ച മേഖലകളിലെല്ലാം സാറിന് വിജയം കൈവരിക്കാൻ സാധിച്ചിരുന്നു. ഈ ഒരേ സമയം പല മേഖലകളിൽ എങ്ങനെ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നു എന്നുള്ളത് സാറിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടൊന്ന് പറയാമോ സാർ? ഓക്കെ, തുടക്കത്തിൽ ഞാൻ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ മാത്രം പിടിച്ചു നിന്ന ആളാണ്. അതായത് വി ഗാർഡ് എന്നുള്ള ഒരൊറ്റ ബിസിനസ്സിൽ മാത്രമായിട്ട് പിടിച്ചു നിന്ന ആളാണ്. അത് വളർന്ന് വലുതാക്കി ഒരു നിലയിൽ എത്തിയതിന് ശേഷം മാത്രമാണ് പിന്നീട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് കടന്നത്. അല്ലാതെ 2 വഞ്ചിയിലും കാലിടുന്ന സ്വഭാവം എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അത് സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ പടിപടിയായിട്ട് ഞാൻ സ്വയം വളർന്ന ആളാണ്. കാരണം തുടക്കത്തിൽ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങുന്നു, കുറച്ച് സ്റ്റെബിലൈസർ വിൽക്കുന്നു. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കിട്ടിയിരുന്ന ശമ്പളത്തെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു വരുമാനം
നേടുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. പക്ഷെ പടിപടിയായിട്ട് ഉയരുന്നു, എനിക്കത് സാധിക്കുന്നു മനസ്സിലായി. അപ്പൊ ഇനിയും ഉയർത്താൻ സാധിക്കുന്നു എനിക്ക് മനസ്സിലായി. അപ്പൊ നോക്കുമ്പോൾ പല പല ഡിഫക്റ്റുകളും എന്നിൽ തന്നെ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കുറെ ഡീലേഴ്സിനെയൊക്കെ വിളിച്ചൊരു ഡീലർ കോൺഫറൻസ് നടത്തുമ്പോൾ അവിടെ ഒരു പബ്ലിക് സ്പീക്കിംഗ് നടത്തണമെങ്കിൽ എനിക്ക് സാധിച്ചിരുന്നില്ല തുടക്കത്തിലൊന്നും, സത്യമാണ്. കാരണം എനിക്ക് വേണ്ട എൻ്റെ ആശയങ്ങൾ കൃത്യമായിട്ട് പ്രകടിപ്പിക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി എൻ്റെ കമ്പനി ഇനി വലുതാവണമെങ്കിൽ ഞാൻ സ്വയം വളരണം, അല്ലാതെ കാര്യമില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പല ബുക്കുകൾ വായിക്കുന്നതും പല ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതും. അങ്ങനെയാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നിട്ടുള്ള ആളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഇത്രയ്ക്ക് ഒരു ലീഡർഷിപ്പ് കാണിച്ചിരുന്ന ആളല്ല. പക്ഷെ അതൊക്കെ പിന്നീട് നമ്മൾ നേടിയെടുത്തതാണ്. അപ്പൊ അത് നേടിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എനിവേ അങ്ങനെ പടിപടിയായിട്ട് വളർന്നു. പിന്നെ അങ്ങനെ V-Guard ഒരു നിലയിൽ എത്തിയപ്പോഴേക്കും അപ്പോഴേക്കും ധാരാളം മാനേജർമാരുണ്ടായി, ധാരാളം എഞ്ചിനീയേഴ്സ് ഉണ്ടായി, ധാരാളം ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അങ്ങനെ പല മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ എനിക്ക് വളർത്തിയെടുക്കാൻ പറ്റി. ഞാൻ പറയും V-Guardന്റെ വളർച്ചയിൽ എൻ്റെ മാത്രം മിടുക്ക് മാത്രമല്ല, എൻ്റെ ഒപ്പം നിന്ന ഒരു പറ്റം മാനേജേഴ്സിന്റെ മിടുക്കാണ്. ഓൺലി തിങ് അവരെ എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ 2 കൊല്ലത്തിന് ശേഷമാണ് മാറി ചിന്തിച്ചിട്ട് വണ്ടർല തുടങ്ങുന്നത്. അങ്ങനെ വണ്ടർല തുടങ്ങിയ സമയത്ത് ആയപ്പോഴേക്കും V-Guard ഒരു സെൽഫ് സഫിഷ്യന്റ് അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കും, അതായത് മാനേജേഴ്സ് മാത്രം വിചാരിച്ചാൽ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആക്കി തീർത്തു ഞാൻ. അതിന് തീർച്ചയായിട്ടും ഞാൻ പറയും, നമുക്കൊരു വളർച്ച വേണമെങ്കിൽ, പ്രത്യേകിച്ച് ബിസിനസിന്റെ കാര്യത്തിൽ വളർച്ച വേണമെങ്കിൽ നമ്മുടെ ഒപ്പമുള്ളവരെ നമ്മൾ കൈപിടിച്ച് ഉയർത്തണം. അവർക്കും ധാരാളം കഴിവുണ്ടെന്നേ, അവർ വിചാരിച്ചാലും പലതും ചെയ്യാൻ സാധിക്കും. ഓൺലി തിങ് അവർക്ക് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കണം, അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. അതേസമയം അവർക്ക് ചില വീഴ്ചകളൊക്കെ പറ്റിയെന്നായിരിക്കും, അത് അധികം ചൂണ്ടിക്കാണിക്കാതെ അത് പ്രൊജക്റ്റ് ചെയ്യാതെ അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും കഴിവ് തെളിയിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വലുതായപ്പോഴാണ് 20 കൊല്ലത്തിന് ശേഷം മാറി ചിന്തിച്ചിട്ടാണ് വണ്ടർല തുടങ്ങിയത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പുതിയൊരു ബിസിനസ് നിങ്ങളുടെ V-Guard ഡെവലപ്പേഴ്സ് തുടങ്ങാനും ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫോക്കസ്ഡ് ആണെങ്കിൽ, എവിടെയാണ് നമുക്ക് കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പടിപടിയായിട്ട് മുന്നേറാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴും പറയും, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ജഗ്ലിംഗ് ആണ്. പല പല കാര്യങ്ങൾ നമ്മൾ ഒറ്റ സമയം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഫോക്കസ് ഒരു 10 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഫോക്കസ് വേണ്ടി വരും, അല്ലെങ്കിൽ അടിതെറ്റിപ്പോവും. എനിക്ക് തന്നെ അറിയാം, എൻ്റെ ചില പരിചയക്കാർ ബിസിനസ് ഒരു നല്ല നിലയിലായി കഴിയുമ്പോൾ പിന്നെ അവര് വേറെ ചില മേഖലകളിലേക്കൊക്കെ, അതായത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്കോ അതല്ലെങ്കിൽ വേറെ ഇതിലേക്കൊക്കെ കടന്ന് സ്വന്തം ബിസിനസ് നശിച്ചിട്ടുള്ളവരെ എനിക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഫോക്കസിൽ ഊന്നിയിട്ട് തന്നെ മുന്നോട്ട് പോയാലേ രക്ഷയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സർ. വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. നമ്മൾ പല കാര്യങ്ങളിൽ ഒരേ സമയം ഇടപെട്ട് എല്ലാം പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലത് ചില കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനെ വിജയത്തിലേക്ക് എത്തിച്ച് അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് സർ തന്നത്. പ്രേക്ഷകരോടാണ് പറയാനുള്ളത്, നമ്മുടെ ഈ വളരെ പ്രഗത്ഭരായിട്ടുള്ള 2 വ്യക്തിത്വങ്ങളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ, ഞാൻ വീണ്ടും പറയുന്നു, സൂമിൽ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടോ മറ്റോ ഉള്ള മെസ്സേജസിന് പകരം കുറെ ആളുകൾ വിജയൻ സാറിന് ബർത്ത്ഡേ വിഷസ് പറയുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അതുപോലെ തന്നെ സ്പീക്കേഴ്സിന് വേണ്ടിയൊക്കെ ഓൾറെഡി നമ്മൾ സാറിനെ വിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചാറ്റ് ബോക്സ് പരമാവധി നമ്മുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമുക്കൊന്ന് വിനയ് സാറിന്റെ അടുത്തേക്ക് പോവാം. സർ, ഞങ്ങൾക്ക് വളരെ ഈ ഒരു എന്തൂസിയാസം തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ അർഫ എന്നുള്ള സാറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡ്. അതായത് പ്രൊഫഷണൽ അത്ലറ്റ്സിനെയും കോർപ്പറേറ്റ് ലീഡേഴ്സിനെയും ഒക്കെ സജ്ജമാക്കുന്നതിന് സാറിന്റെ തന്നെ ഒരു കണ്ടുപിടുത്തമായിട്ടുള്ള കാര്യം, അവയർനെസ്, റിക്കവറി, ഫോക്കസ്, അച്ചീവ്മെന്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രം സാർ ആവിഷ്കരിക്കാറുണ്ട്. കൂടാതെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ആധ്യാത്മ യോഗയും സാർ അതിനോട് സംയോജിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ പിന്നെ അത്ലറ്റ്സിനെയും അതുപോലെ തന്നെ പ്രൊഫഷണൽസിനെയും ഒക്കെ സാർ ഫോക്കസ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുന്നത് എന്ന് പറയുന്നു. സാർ അതിനെ പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതുപോലെ തന്നെ സാറിന്റെ ഈ ഒരു ടെക്നിക്
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും യുവാക്കളായിട്ടുള്ള മുതിർന്നവരായിട്ടുള്ള കുറെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ സാറിന്റെ ഒരു ടെക്നിക്ക് എങ്ങനെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു ടിപ്പും കൂടി സാറ് പറഞ്ഞാൽ നന്നായി. ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ പണ്ടത്തെ ഒരു വീഡിയോ, അത് ഞാനേ ഓർക്കണില്ല ആ വീഡിയോ. ഏതോ ഒരു 10-15 വർഷം മുമ്പുള്ള ഒരു വീഡിയോ ആണ് അതെന്റെ നാട്ടിലെ എൻ്റെ ഒരു ഫ്രണ്ട് ഫോഴ്സ് ചെയ്തിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു വീഡിയോ ആണ്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ജേണിയിലുള്ള ഞാൻ ആദ്യമേ പറഞ്ഞ മാതിരി എൻ്റെ ചെറായി എന്ന് പറയുന്ന ആ വില്ലേജിൽ നിന്നുള്ള ഒരു യാത്രയാണ് ഈ ആർഫ. ഞാൻ കണ്ടതും കേട്ടതും സ്ട്രഗിൾ ചെയ്തതും എങ്ങനെ നമുക്കൊരു ഫോക്കസിലൂടെ നമുക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാം, ഫ്രം നത്തിങ് ടു സംതിങ് എന്നുള്ളൊരു ഇതിന്റെ ഒരു അവലോകനം എന്ന് പറയാം. ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ജേണിയാണ്, ഒരു മൈൻഡിന്റെ ജേണിയാണ്. അവയർനെസ് എന്ന് പറയുന്നതാണ് ഫോക്കസിന്റെ ഒരു ആദ്യ പാഠം. അത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോക്കസിലേക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് സാധനങ്ങളെ, ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ പെർസീവ് ചെയ്യണമെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ പെർസീവിന് ചെയ്യണ മാതിരി ആയിരിക്കില്ല ഇപ്പൊ ഈ ടൈമിൽ നമ്മുടെ ഈ പ്രോഗ്രാം വാച്ച് ചെയ്യണവരെല്ലാരും പെർസീവ് ചെയ്യണത്. ഇപ്പൊ ഇതിൽ 100 പേരുണ്ടെങ്കിൽ 100 പേരും പെർസീവ് ചെയ്യണത് 100 മാതിരിയാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കണ്ടെങ്കിൽ എന്റെ സംസാര രീതിയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നായിരിക്കും, ഇപ്പൊ ഞാൻ എവിടെ വർക്ക് ചെയ്യണം, ആൾക്കാരുടെ മൈൻഡിൽ പോണ പല കാര്യങ്ങളും പല ഡിഫറെന്റ് വേ. അതുകൊണ്ട് നമ്മളെല്ലാം ഒരു ഡിഫറെന്റ് പെർസെപ്ഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോൺഷ്യസ് അവയർനെസ് ഉണ്ടാക്കണം. ഈ ആർഫയുടെ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ, ആർഫ എന്ന് പറഞ്ഞാൽ സൈഫ് പറഞ്ഞ മാതിരി, ആർഫയുടെ ഫസ്റ്റ് ഇതെന്ന് വെച്ചാൽ അവയർനെസ്സിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് മാർഗം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോ എന്ത് മാർഗമാണ് ഞാൻ എടുക്കണേന്നൊരു സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുന്നില്ല, എനിക്ക് എന്റേതായ ഒരു ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട്. പക്ഷെ അവയർനെസ് കൊണ്ടുവരുന്ന നമ്മുടെ ശരീരം, നമ്മൾ ആദ്യം നമ്മുടെ ശരീരത്തെ അറിയണം. നമ്മുടെ ശരീരത്തിനെ അറിഞ്ഞാൽ നമ്മുടെ മനസ്സിനറിയണം, മനസ്സിനറിഞ്ഞ് നമ്മുടെ ഇമോഷൻസിനെ അറിയണം, നമ്മുടെ സ്പിരിച്വാലിറ്റി അറിയണം. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, മോസ്കിൽ പോകണം എന്നുള്ളതല്ല ഞാൻ സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. ഓരോരുത്തരുടെ സ്പിരിച്വാലിറ്റിയും ഓരോ രീതിയിലാണ്. അപ്പൊ ഈ 4 ആസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ അറിയാനായിട്ട്, നമ്മളെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫോക്കസ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് എൻജോയബിൾ ആക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ചിറ്റിൽ വിസാദ് പറഞ്ഞു, ഇത് എൻ്റെ ഒരു ഹോബിയാണ് ജോലി എന്ന്. അതാണ് അതിന്റെ ഇമ്പോർട്ടന്റ്. ഹോബിയായ ഇപ്പൊ നമ്മൾ ജോലി എടുക്കുമ്പോൾ അത് ജോലിയായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ആ ജോലിയെ അതൊരു എൻജോയ്മെന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ടയർഡ്നെസ് ഇല്ല. നമ്മുടെ ഒരു പീക്ക് പെർഫോമൻസ് വന്നെന്നുണ്ടെങ്കിൽ അവിടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന ആ എലിമെന്റ് അവിടെ വേണം. നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതില് ക്രിയേറ്റിവിറ്റി ഒരിക്കലും വരില്ല. സോ തിങ് ഈസ് അവയർനെസ് എന്ന് പറയുന്ന സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയും നമ്മൾ എന്താണെന്ന്, നമുക്ക് എന്താ വേണ്ടതെന്ന്, നമ്മൾ ഏത് ഏരിയയിലാണ് നമ്മൾ ഇൻട്രസ്റ്റ്, ഏത് ഏരിയയാണ് ഇഷ്ടമല്ലാത്തത് എന്നുള്ളത് എല്ലാം നമുക്ക് നമ്മളെ പറ്റി അറിയാൻ പറ്റും. അത് ആര് ഗൈഡ് ചെയ്താലും ഇത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അറിയാനായിട്ട് എന്തൊക്കെ ടൂൾ ഉപയോഗിക്കാം, എന്തൊക്കെ ടൂൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾ ഉപയോഗിച്ച് ആദ്യം തന്നെ നിങ്ങൾ ആ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് പടി അതാണ് ഫസ്റ്റ്. ഈ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ ആ ഫസ്റ്റ് ടച്ച് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഈ അവയർനെസ് എന്ന് പറയുന്നത്. അതിലാണ് ഈ ആർഫയുടെ ഫസ്റ്റ് എ എന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോക്കസിന് ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ സൺ ആണെങ്കിലും സൂര്യനാണെങ്കിലും അവിടെ മേഘങ്ങൾ വന്ന് മൂടിക്കഴിഞ്ഞാൽ പിന്നെ സൂര്യന്റെ രശ്മി വരെ പുറത്തേക്ക് വരില്ല. പിന്നെ നമ്മളെന്താ നമ്മുടെ രശ്മി, നമ്മുടെ കഴിവ് പുറത്തു വന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഈ ടെൻഷനും വറീസും എല്ലാം എല്ലാ വറീസും മാറ്റണം. കാരണം 24 hours നമ്മൾ എത്ര മാസ്ക് ആണ് നമ്മുടെ ഫേസിൽ ഇടുന്നത്. നമ്മൾ വീട്ടിൽ പോയാൽ നമ്മൾ അച്ഛനായിരിക്കും, ഭർത്താവായിരിക്കും, മകനായിരിക്കും, വാട്ട് എവർ ഇറ്റ് മേ ബി. അതായത് നമ്മുടെ പല രീതിയിൽ നമ്മൾ മാസ്ക് ഇടണം. അപ്പൊ എന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ഒരു ടയർഡ്നെസ് നമ്മളിൽ അബ്സോർബ് ചെയ്യാണ്. നമ്മുടെ മൈൻഡ് ഇതിനെല്ലാം അബ്സോർബ് ചെയ്യാണ്. നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ്
നമ്മുടെ ഉള്ളിലുള്ള കമ്പ്യൂട്ടർ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ നമ്മൾ നേരെ ടേൺ ചെയ്തിട്ട് നമ്മുടെ അച്ഛനെ കാണുമ്പോൾ നമ്മൾ മോനായി, അതേ സമയം ആ സമയം തന്നെ നമ്മൾ ടേൺ ചെയ്തിട്ട് അതേ സൈഡിൽ വരുമ്പോൾ നമ്മുടെ മോൻ നിൽക്കണ്ടെങ്കിൽ നമ്മൾ അച്ഛനായി. എന്ന് വെച്ചാൽ എന്തോരം അതിൻ്റെ ഉള്ളൊരു കമ്പ്യൂട്ടർ വർക്ക് നടക്കണമെന്ന് അറിയാമോ നമ്മുടെ ഹ്യൂമൻ കമ്പ്യൂട്ടറിൽ. അപ്പൊ ഇതിനൊക്കെ തന്നെ എനർജി എക്സ്പെൻഡിച്ചർ ഭയങ്കര കൂടുതലാണ്. ആ എനർജി എക്സ്പെൻഡിച്ചർ ഇങ്ങനെ കൂടുമ്പോൾ എന്താ, നമ്മൾ ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ എക്സോസ്റ്റ് ആവാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ ക്വാളിറ്റി നമ്മൾക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത വിധത്തിലേക്ക് വരും. അപ്പൊ റിക്കവറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ അവയർനെസ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവയർ ആണെങ്കിൽ നമുക്ക് എന്താണ് റിക്കവർ ആവേണ്ടതെന്ന് നമ്മൾ മനസ്സിലാവും. ഇപ്പൊ നമുക്ക് ഒരു പർട്ടിക്കുലർ ടെൻഷൻ ഉണ്ട്, ഈ ടെൻഷനിൽ നിന്ന് നമ്മുടെ ടോർച്ച്, ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ആ ടോർച്ചിനെ ഫോക്കസ് ചെയ്യുന്ന ആ സ്പേസ് വേറെ എവിടെയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് നമ്മുടെ ഇതാണ് മാറിക്കിട്ടും. ഞാനൊരു ടെക്നിക്കൽ ടേമിലേക്ക് ഞാൻ ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഈ അവയർനെസ്സും റിക്കവറിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഫോക്കസ് കം. ആ സമയത്താണ് ഫോക്കസ് എന്ന് പറയുന്ന ക്ലാരിറ്റി വരുന്നത്. ഇപ്പൊ സൂര്യൻ നന്നായിട്ട് ഉദിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫുൾ മൂൺ എന്ന് പറയുന്ന ആ മൂണിന്റെ ഒരു ഇത് ഉണ്ടല്ലോ, ആ ബ്രൈറ്റ്നെസ് നമ്മളിപ്പോ ഒരു മൂണാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ബ്രൈറ്റ്നെസ്സിലേക്ക് വന്നെന്നുണ്ടെങ്കിൽ, ഫുൾ ഫോക്കസിലേക്ക് വന്നെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്രിലിമിനറി ആയിട്ടുള്ള ആസ്പെക്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ് വൺസ് യു ഫോക്കസ്, ഔട്ട്കം ആണ് അച്ചീവ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള എല്ലാവരും അച്ചീവ്മെന്റ് പല പല അച്ചീവ്മെന്റ്സ് ആണ്. ഇപ്പൊ എൻ്റെ ഒരു നോർമലി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അച്ചീവ്മെന്റ് ഈസ് ഹാപ്പിനെസ്. വാട്ട് എവർ യു ഡു, ഇഫ് യു ആർ ഹാപ്പി യു ആർ ഇൻ ദ പീക്ക്. അത് എൻ്റെ അനുഭവമാണ്, എൻ്റെ മാത്രം അനുഭവമല്ല. എൻ്റെ സറൗണ്ടിങ്ങിലുള്ള ആളുകളെ ഞാൻ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ ദിസ് ഈസ് ദ മെയിൻ കീ അവർക്ക് ഞാൻ കൊടുക്കാറുള്ളത്. അവര് ഹെൽപ്പ്. ഇപ്പൊ ചിത്തൽബേരി സാറ് പറഞ്ഞ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. എന്നുവെച്ചാൽ ജോബ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ നമ്മൾ ആ ജോബാണ് ചെയ്യണേ. അതിൻ്റെ ഉള്ള ഒരു ആർട്ടിസ്റ്റ് അതിന്റെ മൂർത്തിയെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഫുൾ ടച്ചിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവന്റെ അദ്ദേഹത്തിന്റെ കല പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ആ ഫീലിംഗ് വേണം, പാഷൻ വേണം, ഡിവോഷൻ വേണം. ഇത് തന്നെ ജോലിയിലും ഇത് തന്നെയാണ്. നമ്മളൊരു ആർട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഇപ്പൊ ഒരു മൈൻഡിനെ, ഇപ്പൊ ഞാൻ ചില സമയത്ത് കാർപ്പൻറ്ററുടെ ജോലിയാണ് ചെയ്യുന്നതെന്ന് പറയും. പക്ഷെ കാർപ്പൻറ്ററുടെ ജോലി എന്ന് വെച്ചാൽ ഒരാളുടെ മൈൻഡിനെ ഫോം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കാർപ്പൻറ്ററി തന്നെയാണ്. സോ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു ആർഫ എന്ന് പറയുന്നത് ഒരു വലിയൊരു വൃക്ഷമായിട്ട് കരുതാം. ദ റൂട്ട് ഈസ് അവയർനെസ് റൂട്ട് ഇല്ലെങ്കിൽ, ബിക്കോസ് നമ്മൾ മെയിൻ കാര്യം ലോട്ട്സ് ഓഫ് കുറെ ആളുകൾ ഈ റൂട്ട് ഇല്ലാണ്ട് സക്സസ് ആവും, പക്ഷെ റൂട്ട് ഉണ്ടാവില്ല. അവര് പിന്നെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ന് വെച്ചാൽ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വന്ന വഴി, ആ വഴി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഫാമിലി ഇസ് വെരി ഇമ്പോർട്ടന്റ്. ദാറ്റ് ഈസ് അവർ റൂട്ട്. സോ വി നീഡ് ടു ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദാറ്റ് റൂട്ട് ടു എൻജോയ് ദ ഫ്രൂട്ട്. കുറച്ച് ഡിഫറൻസേ ഉള്ളൂ, റൂട്ട് ടു ഫ്രൂട്ട്. ബട്ട് ദ ഫ്രൂട്ട് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂട്ട് വേണം. So this is the journey of Arfa is all about the journey. I experience, but I experience ചെയ്യിക്കാനായിട്ട് there should be an experiencer as well. ആ പേഴ്സണെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് all about that. But that's my technique. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നത് ഈ ഒരു ടെക്നിക്കിലെ ആഴത്തിൽ മനസ്സിലാക്കുന്നത് ഒരു പക്ഷെ നമ്മളെ അതിനുള്ള ഒരു അവസരം പിന്നീട് നമുക്ക് സാറിനായിട്ടുള്ള ഒരു ലോങ് ടേം അസോസിയേഷനിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ശ്രമിക്കുന്ന അതാണല്ലോ സർ, ആ ഒരു ഔട്ട്കം, അച്ചീവ്മെന്റ്, ആ സക്സസ്, ഫോക്കസിലൂടെ ഉള്ള സക്സസിലേക്കുള്ള മാർഗം. നമുക്കൊന്ന് കൊച്ചൗസഫ് സാറിന്റെ അടുത്തേക്ക് തിരിച്ചു പോവാം. സർ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ദൈർഘ്യമേറിയിട്ടുള്ള പല കടമ്പകളും പൂർത്തിയാക്കാൻ അതീവമായിട്ടുള്ള ശ്രദ്ധ ആവശ്യമാണ്. അപ്പൊ സാർ ആദ്യം തുടങ്ങിയെടുത്ത് സാറ് കാണിച്ച ശ്രദ്ധ, പിന്നീട് അത് ഇദ്ദേഹം വിനയ് സാർ പറഞ്ഞതുപോലെയാണെങ്കിൽ അത് അച്ചീവ് ചെയ്തതിൽ നിന്നുള്ള ഒരു സന്തോഷത്തോടെ അടുത്ത പടി, അങ്ങനെ നിരവധി പടിപടിയായിട്ട് സാറിന്റെ ഫോക്കസും അച്ചീവ്മെന്റും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളത് സാറിന്റെ ജീവിതം തന്നെ സാക്ഷിയാണ്. അപ്പൊ ഈ ശ്രദ്ധ കൈവിടാതിരിക്കാനും വെല്ലുവിളികളെ നേരിടാനും സാറിനെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് സാർ ഒന്ന് പറയണം. അതിനു മുമ്പ് സാറ് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒറ്റ കാര്യം പറയാനുള്ളത്,
വിജയൻ സാറുമായിട്ട് എല്ലാ ദിവസവും കാണുകയും ഇടപഴകുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോ പലപ്പോഴും നമ്മുടെ ഈ ഒരു ടോക്കിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പേ കൊച്ചൗസഫ് സാറിനെ പറ്റി പറയുന്ന സമയത്ത് സാർ എപ്പോഴും പറയാറുള്ളത് നന്മയെ കുറിച്ചാണ്. കാരണം നന്മയുടെ തുടക്കകാലം മുതൽ ഇതിന്റെ ഒരു വലിയൊരു വെൽവിഷറും സപ്പോർട്ടറും ഒക്കെ ആയിരുന്നു. അത് തുടർന്നുകൊണ്ടും സാർ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു നന്ദി കൂടി ഞങ്ങൾ പങ്കുവെക്കുന്നു. നമുക്ക് സാറിന്റെ ഈ ഒരു ചോദ്യത്തിന് സാറിന്റെ വിശദീകരണത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. താങ്ക് യു. ചോദ്യം ഒന്നും കൂടി ആവർത്തിച്ച പ്ലീസ്. ചോദ്യം സാർ ഞാൻ ചോദിച്ചത്, സാർ ഈ ഓരോ ഘട്ടത്തിലും അതീവ ശ്രദ്ധയോടെയാണല്ലോ സാർ ഓരോ പടിപടിയായിട്ട് സാർ അടുത്ത ഘട്ടത്തിലേക്കൊക്കെ കടന്നത് സാർ തന്നെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഓരോ ഘട്ടത്തിലും ഉയർന്നു വരുന്ന വെല്ലുവിളികളെയും അവിടെ ശ്രദ്ധ കുറെ നേരം ശ്രദ്ധയോടെ നമ്മൾ വർഷങ്ങളോളം സാർ അതിന്റെ പുറകിലുണ്ടായിരുന്നു എന്നാ പറഞ്ഞു. അപ്പൊ അവിടെ ശ്രദ്ധ പോവാതിരിക്കാനും ഈ മുന്നിൽ ചില സമയത്ത് വരുന്ന വെല്ലുവിളികളെ നേരിടാനും സാർ സ്വീകരിച്ച ചില മാർഗങ്ങളെ കുറിച്ചൊന്ന് സാർ പറയാം. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞമാതിരി അതേമാതിരി വിജയ് മേനോനും പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു സെൽഫ് അവയർനെസ് ആണ് അതിന്റെ പ്രധാനം എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്നെ പറ്റി തന്നെ എനിക്ക് അത്ഭുതമായിരുന്നു. ഞാൻ എങ്ങനെ വളർന്നെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കാറുണ്ട്. അപ്പൊ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം, അതുപോലെ എൻ്റെ നോളജ് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒത്തിരി ബുക്കുകൾ വായിക്കുന്നു, ഒത്തിരി ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നു. അല്ലാതെ ഒരാൾക്കും വളരാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും പറയും, ഞാൻ ഒരു MBA ഗ്രാജുവേറ്റ് ഒന്നും ആയിരുന്നില്ല ബിസിനസ് തുടങ്ങുമ്പോൾ. പക്ഷെ പടിപടിയായിട്ട് MBAയുടെ ബാലപാഠങ്ങൾ പഠിച്ചു. പിന്നെ അതിന്റെ എന്താ പറയുക, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചിട്ടുണ്ടാവണം ഈ സമയമായപ്പോഴേക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊക്കെ വേണ്ടത് ആ ഒരു സെൽഫ് അവയർനെസ് ആണ്. കാരണം പലരും വിചാരിക്കും എനിക്ക് ധാരാളം കഴിവുണ്ട്, എനിക്കെല്ലാം അറിയാം, പിന്നെ എനിക്കൊന്നും പഠിക്കാനില്ല എന്ന് വിചാരിച്ചാൽ പോയി. എനിക്കെല്ലാം അറിയാം, എനിക്ക് ഒന്നും പഠിക്കാനില്ല എന്ന് വിചാരിച്ചാൽ തീർന്ന അയാളുടെ കാര്യം. അതേസമയം എനിക്ക് ഇനിയും പഠിക്കാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ തന്നെ മിസ്റ്റർ വിജയ് മേനോനെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നമ്പർ നിങ്ങളെ ഇന്ന് തപ്പിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് അങ്ങേരെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കും. ഒന്നിനല്ല, എനിക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് കുറച്ച് ആ മേഖലയിലുള്ള നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്കറിയാം ഇതൊരു സയൻസ് ആണ്. കാരണം നമ്മളുടെ സെൽഫ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സയൻസ് ആണ്. ഭാഗ്യത്തിന് നമ്മൾ ഇന്ത്യക്കാർക്ക് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഋഷിമാരതൊക്കെ പ്രാക്ടീസ് ചെയ്തതും അത് എഴുതി വെച്ചതൊക്കെയാണ്. ഞാൻ അത്തരത്തിലുള്ള പല പ്രാക്ടീസുകളൊക്കെ ചെയ്തു നോക്കിയിട്ടുള്ള ആളാണ്. പക്ഷെ ഞാൻ പറയും, ഞാനെപ്പോഴും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഞാനിപ്പോഴും ഈ 70-ാം വയസ്സിലൊരു ശിശുവാണ് ഈ വക കാര്യങ്ങളിൽ. അപ്പോൾ നമ്മുടെ സെൽഫ് അവയർനെസ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അല്ലാതെ എനിക്കെല്ലാം അറിയാം, ഞാൻ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്, ഞാൻ വിജയിച്ച ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ തീർന്നു, അവന്റെ കാര്യം അതോ ഗതി, പിന്നെ അവന് വളർച്ചയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. താങ്ക് യു. തീർച്ചയായിട്ടും സാർ, വളരെ ഹമ്പിൾ ആയിട്ടായിരുന്നു സാറിന്റെ ഒരു അതിനോടുള്ള ഇത്. എനിക്ക് തോന്നുന്നത് നമ്മളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കുള്ള വലിയ ഒരു ഇതാണ്, ഒരു ലൈഫ് ലോങ് ലേണിങ്ങിനെ കുറിച്ചാണ് സാർ സംസാരിച്ചത്. നമ്മൾ എത്ര കാലം ചെല്ലുമ്പോൾ നമ്മളെ പഠനത്തെയും നമ്മുടെ എക്സ്പീരിയൻസിനെയും നമ്മൾ വൈഡൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള വലിയൊരു ആശയമാണ് സാർ തന്നത്. സാർ കുറച്ചു നേരം കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് കരുതുന്നു. ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കാം. കാരണം എനിക്ക് വേറെ അത്യാവശ്യമായിട്ട് വേറൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ തന്നെ അത് വിജയൻ സാറിനോട് പറഞ്ഞതാണ്, എൻ്റെ സംഘാടകരോട് പറഞ്ഞതാണ്. അപ്പം എന്നെ ഒന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ ഒന്ന് വിടണേ. അങ്ങനെയാണെങ്കിൽ സാർ ഒരു കാര്യം കൂടി സാറിന്റെ അടുത്തേക്ക്, വിനയ് സാർ ഒന്ന് ക്ഷമിക്കണം, കൊച്ചൗസഫ് സാർ പോകുന്നതുള്ളത് കൊണ്ട് അദ്ദേഹത്തിനോട് ഒരു ചോദ്യം കൂടി നമ്മൾ ചോദിച്ചു തന്നിട്ട് ആ ഒരു ഡിസ്കഷൻ പോയിന്റിലേക്ക് വന്നിട്ട് നമുക്കൊന്ന് പോകാൻ തോന്നുന്നു. ആനന്ദ് ജി, നമ്മുടെ ടീം മെമ്പർ ആയിട്ടുള്ള ആനന്ദ്, അദ്ദേഹമാണ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ പ്രേക്ഷകരിൽ നിന്ന് ആരെങ്കിലും, സാർ പോകുന്നതിന് മുമ്പ് പ്രേക്ഷകരിൽ നിന്ന് വന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ടെങ്കിൽ അതൊന്ന് എടുക്കാവോ? നമസ്കാരം സാർ. സാറിനോട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് വളരെ പ്രസക്തമായിട്ട് തോന്നിയ ഒരു ചോദ്യം തദേവുസ് SM ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് സാറിന്റെ കരിയറിലെ പല ഘട്ടങ്ങളിലും സാർ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ സാറ് വിമർശനങ്ങളിൽ നിന്നും ശക്തി ആർജിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം വിമർശനങ്ങളെ വിജയത്തിന്റെ ചവിട്ടുപടിയാക്കി മാറ്റാനായിട്ട് സാർ എന്താണ് ചെയ്തിരുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നാണ് തദേവുസ് ചോദിച്ചിരിക്കുന്നത്. വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും അത് അപ്രീഷിയേറ്റ് ചെയ്യാറുള്ളൂ. ഞാൻ പലപ്പോഴും പറയും അത്
മാങ്ങിയുള്ള മാവിലെ കല്ലെറിയുള്ളൂ, മാങ്ങിയില്ലാത്ത മാവുമ്മ ആരും കല്ലെറിയില്ല. അപ്പോൾ ദാറ്റ് മീൻസ് കഴിവുണ്ട് അല്ലെങ്കിൽ നമുക്ക് ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് വിമർശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കഴിവില്ലാത്ത ഒരാളെ ആരും വിമർശിക്കാറില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും വിമർശനങ്ങളെ നമ്മൾ അത് എന്താ പറയാ, അത് പോസിറ്റീവായിട്ട് എടുക്കണം. കാരണം അതിൽ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോയെന്നും കൂടി നമ്മളൊരു ആത്മ പരിശോധന നടത്തണം, ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തണം. പക്ഷെ ഇതെല്ലാം നമുക്ക് ശക്തി പകരുന്നതാണ്. കാരണം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തില് ഇതുപോലെ ഞാൻ നേരത്തെ എന്താ പറയാ, വിടമാട്ടെ അല്ലെങ്കിൽ ഇപ്പൊ പുല്ലേ അല്ലെങ്കിൽ ഇപ്പൊ മോനെ ദിനേശ എന്നൊക്കെ പറയാനുള്ള ചങ്കുറ്റം ഉണ്ടാവണം. അല്ലാതെ ഇങ്ങനെ പിടിച്ച് വാലും ചുരുട്ടി അയ്യോ അവരെന്ത് ഇവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്ക് ആ പ്രശ്നം വരും ഈ പ്രശ്നം വരും എന്ന് വിചാരിച്ചാല് ഒളിക്കാൻ സ്ഥലമില്ല. അപ്പൊ ആദ്യമേ തന്നെ അതിനുള്ളൊരു കെൽപ്പ് നമ്മൾ മാനസികമായിട്ട് ഉണ്ടാക്കിക്കണം. ഞാനത് പടിപടിയായിട്ട് ഉണ്ടാക്കിയിട്ടതാണ്. അത് ഓരോരുത്തർക്കും സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സാർ ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കട്ടെ. ഒരു ഗായത്രി പി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം കൂടെ ഇതിന് സാർ ഇപ്പൊ പറഞ്ഞതിനോട് കണക്ട് ചെയ്ത് നമുക്ക് ആലോചിക്കാമെന്ന് തോന്നിയോണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ചോദിക്കുന്നത്. ഗായത്രി ചോദിച്ചേക്കുന്നത്, സാർ ഒരു ഫോക്കസിലേക്ക് എത്താനായിട്ട് വിവിധ മാർഗങ്ങളുണ്ടാവും. പക്ഷേ ഫോക്കസിലേക്ക് എത്താൻ ആ ഒരു ഒറ്റ മാർഗത്തിലേക്ക് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണോ, അതോ നമ്മൾ വേറെ പല സാധ്യതകളും അന്വേഷിക്കണമോ ഇതിന്റെ കൂടെ തന്നെ എന്നുള്ളതാണ് ഗായത്രി ചോദിച്ചേക്കുന്നത്. അപ്പം സാർ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തതുകൊണ്ട് സാറിന്റെ ഒരു മറുപടി. ഫോക്കസിലേക്ക് എത്താനായിട്ട് ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അത് ഫോക്കസ് ഫോക്കസ് ഫോക്കസ്. അല്ലാതെ വേറെ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അല്ലാതെ നമ്മളിപ്പോ ഒരു നല്ലൊരു അത്ലറ്റാന്ന് വിചാരിക്കാം. അത്ലറ്റ് അയാള് ഫിസിക്കലി അധ്വാനില് അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്താൽ മാത്രമേ അച്ചീവ് ചെയ്യുള്ളൂ. അല്ലാതെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അത്ലറ്റിനെ സ്പ്രിന്റിലോ അല്ലെങ്കിൽ ലോങ് ജമ്പിലോ അല്ലെങ്കിൽ മാരത്തോണിലോ വിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവനവന്റെ ഏരിയ ഏതാന്ന് മനസ്സിലാക്കി അവനവന്റെ ആ ഫീൽഡിൽ വളരണമെങ്കിൽ അവരവര് അതാത് ലൈനിൽ ഫോക്കസ് ചെയ്യണം. എന്നാൽ അതിന് വേണ്ട വിധത്തില് ഇപ്പോ ഞാൻ പറയും, നേരത്തെ പറഞ്ഞ മാതിരി ഒരു അത്ലറ്റിന് വേണ്ട ഘടകങ്ങൾ എന്താണെന്ന് അവര് മനസ്സിലാക്കണം. ഒരു ബിസിനസ്സുകാരന് വേണ്ട ഘടകങ്ങൾ എന്താണെന്ന് അവരവർ തിരിച്ചറിയണം. അതേമാതിരി ഒരു കമ്പനിയുടെ മാനേജർക്ക് വേണ്ട ഗുണങ്ങൾ അല്ലെങ്കിൽ ആ മാനേജറുടെ ഭാവിയിലെ അയാളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം കണ്ടുപിടിക്കണം. അല്ലാതെ ഇതൊന്നും സ്പൂൺ ഫീഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പല ഘട്ടങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ധാരാളം ട്രെയിനേഴ്സിനെ കാണാം, നമുക്ക് ധാരാളം ടോക്കുകൾ കേൾക്കാൻ പറ്റും. ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞ 26 ടോക്ക് നടത്തി കഴിഞ്ഞു ഈ ലോക്ക്ഡൌൺ പീരീഡിൽ. കൊള്ളാം, നല്ല കാര്യം തന്നെ. പക്ഷെ എല്ലാം വന്നു നിൽക്കുന്നത് നമ്മളിലേക്ക് തന്നെയാണ്. നമ്മൾ അത് റിയാക്ട് ചെയ്ത് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് വളർച്ചയുണ്ടാവുള്ളൂ. എത്രയോ പേര് സെമിനാറുകൾ കേൾക്കുന്നു, എത്രയോ പേര് അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്നു, എത്രയോ പേര് കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. എല്ലാവരും വളർന്നു വലുതായി വലിയ വലിയ നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ടോ? ഇല്ല. അതിൽ അപൂർവം, അല്ലെങ്കിൽ 5% അല്ലെങ്കിൽ 10%. അതിന്റെ കാരണം എന്താ? അവർക്ക് അതിന്റെ ആ ക്ലൂ പിടികിട്ടുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ പറയും, എത്രയൊക്കെ കോഴ്സ് അറ്റൻഡ് ചെയ്താലും എത്രയൊക്കെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്താലും അവസാനം വി ഹാവ് ടു ഡു അവർ ഡ്യൂട്ടി. ഞാനൊരു എക്സാമ്പിൾ പോലും പറയാറുണ്ട്. ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ഒരു കമ്പാരിസണാ. ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ സ്ത്രീക്ക് ഈസി ആയിട്ട് പ്രസവിക്കാനൊന്നും പറ്റില്ല. ഗൈനക്കോളജിസ്റ്റിന് നമ്മളെ സഹായിക്കാനേ പറ്റുള്ളൂ. പക്ഷെ പ്രസവിക്കേണ്ടത് ആ സ്ത്രീ തന്നെയാണ്. അല്ലാതെ എനിക്ക് 2-3 ഗൈനക്കോളജിസ്റ്റുകളുണ്ട്, അത് കാരണം എനിക്ക് ഒട്ടും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രസവിച്ചു പോകുമെന്ന് വിചാരിച്ചാൽ അത് മണ്ടത്തരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ എന്ന് ഇത്രയും പറഞ്ഞിട്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സർ. സാറ് ഇറങ്ങുകയാണ്. സാറിന് അടുത്ത മീറ്റിംഗ് ഉണ്ടെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ വിത്ത് യുവർ പെർമിഷൻ വിജയൻ സാർ, ഞാനൊന്ന് പതുക്കുന്ന ലീവ് ചെയ്തിട്ടെ. സാർ പറഞ്ഞ സമയം ഞാൻ ഇരുന്നിട്ട് 8 മണിയായി കേട്ടോ. ഓക്കെ, ലെറ്റ് മീ ലീവ്. താങ്ക് യു. തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം സർ. തീർച്ചയായിട്ടും എപ്പോ വിളിച്ചാലും ഉണ്ട്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ആനന്ദ് ജി, വിനയ് സാറിന്റെ അടുത്ത് 1-2 കാര്യങ്ങൾ കൂടി സംസാരിച്ചിട്ട് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ തോന്നുന്നു.
സാറിനോട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ചോദ്യങ്ങളിലേക്ക് എത്താം. ഓക്കെ, വിനയ് സർ, ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളം എന്ന് വെച്ചാൽ ഫുട്ബോൾ ഒരു ജീവനായി കൊണ്ടു നടക്കുന്ന, ഒരു ലഹരിയായി കൊണ്ടു നടക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ സർ. അവിടുന്നാണ് സാർ ഈ ഒരു ഇത്രയും എന്താ പറയാ വേൾഡ് ക്ലാസ് പ്ലെയേഴ്സിന്റെ ഇടയിലേക്ക് സാർ എത്തുന്നത്. അപ്പൊ വളരെ ശ്രദ്ധയും ഈ പറഞ്ഞ പോലെ ഫോക്കസും മത്സര ബുദ്ധിയും നിശ്ചയദാർഢ്യവും ഒക്കെ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അത്തരം ഒരുപാട് നല്ല ക്വാളിറ്റീസ് കാത്തു സൂക്ഷിക്കുന്ന വളരെ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരുമായിട്ട് അടുത്ത് ഇടപഴകാൻ സാധിച്ച ആളാണ് സർ. സർ തിരിച്ച് അവരിൽ നിന്ന് എന്തൊക്കെയാണ് സർ പഠിച്ചത് എന്ന് പങ്കുവെക്കാമോ സർ? നമ്മള് ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ പഠിച്ച കാര്യമാണ് ഞാൻ. നമ്മുടെ പിള്ളേര് നമ്മളെ പഠിപ്പിക്കും. എന്റെ പിള്ളേര് എന്ന് പറയുന്നത് ഇവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രെയിൻ ചെയ്യിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരാണ്. ഇവരുടെ ഓരോരോ ഇഷ്യൂസ് കൊണ്ട് വരുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. എന്റെ ബേസിക്കലി എന്റെ ഒരു ഇക്വിലിബ്രിയത്തില്, ഞാൻ ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെവലപ്പ് ആവില്ല, പറഞ്ഞ മാതിരി. അപ്പൊ എന്റെ ഇക്വിലിബ്രിയത്തിന് എപ്പോ ബ്രേക്ക് ചെയ്യും അപ്പൊ ഞാൻ നോക്കും ഇതെന്താ ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ്. അപ്പൊ ഈ എന്റെ സറൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ പറ്റില്ല. എന്റേതായ എനിക്ക് എന്റേതായ ഇതുണ്ട്. ഇതുകൊണ്ട് ഇവര് എല്ലാം സക്സസ്ഫുൾ ആയിട്ടുള്ള ലോകം അറിയുന്ന ആളുകളാണ്. ഇവർക്ക് ഇവരുടേതായ, പക്ഷെ ഇതിന്റെ എല്ലാത്തിന്റെക്കാളും ഒരു അന്തസത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെപ്പോലെ സാധാരണ സ്ഥലത്തുനിന്ന് വന്ന് സാധാരണമായി ജീവിച്ച് അവരുടെ ഈ പറഞ്ഞ ഈ ഫോക്കസ് എന്ന് പറയുന്ന സാധനം മാക്സിമം ഉപയോഗിച്ച് സക്സസ്ഫുൾ ആയതാണ് വേൾഡ്. ഇപ്പൊ എല്ലാരും നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്ത് തെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. നല്ല തെറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ എല്ലാം പ്രശ്നം. അവര് നല്ലതെല്ലാം ചെയ്യുമ്പോ പ്രശ്നങ്ങളില്ല. അവരുടെ ഇക്വിലിബ്രിയോ, ഞാൻ പറഞ്ഞ മാതിരി അവരുടെ ഇക്വിലിബ്രിയോ ഇതാണ്. അവരെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് വരുമ്പോഴാണ് ഇവര് കാര്യങ്ങൾ നോക്കണം. സോ ഞാനിപ്പോ അവരിൽ നിന്ന് എന്തു പഠിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഇക്വിലിബ്രിയത്തിൽ ആരെങ്കിലും കൈവച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്റ്റെന്റിലേക്ക് പോവും. അതിനെ എങ്ങനെ അത് പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഓവർകം ചെയ്യാന്നുള്ളത്. എത്ര ഇതാണെങ്കിലും നമ്മളെ ഒരു പീക്ക് പെർഫോമൻസ് എന്ന് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ആർഫയുടെ ഇത് തന്നെയാണ് ഞാൻ പറയണത്. ആ മന്ത്ര തന്നെയാണ് ഞാൻ പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അച്ചീവ് എന്ന് പറയുന്നത് എല്ലാവരുടെ അച്ചീവ്മെന്റും വേറെയാണ്. ഇപ്പൊ കളിക്കാരനാണെങ്കിലും കളിക്കാരൻ അവന്റെ ലാസ്റ്റ് ടാർഗറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാലും അത് കുറച്ചു നേരം കഴിഞ്ഞ് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫർദർ തുടങ്ങും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ചീവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഏത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണെന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവരെല്ലാരും അവരുടെ നേരത്തെ പറഞ്ഞ മാതിരി, ഞാൻ ഒരു കൂടുതൽ ടെക്നിക്കൽ ടൈമിലേക്ക് പോവാത്ത ഞാൻ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ പിടിയിട്ടില്ല. എന്റെ ഭാര്യ പറയുക തന്നെ, നിങ്ങൾ സംസാരിക്കാൻ പറയുമ്പോൾ ടെക്നിക്കൽ ടൈം ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇതാവും, നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോണില്ല. അപ്പൊ ബേസിക്കലി ഞാൻ പറയുന്നത് നമ്മുടെ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഈ ആസ്പെക്ട് അവയർനെസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഏത് പെർഫോമൻസിലും ലൈഫിൽ ഇപ്പൊ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിലും ഒരു സ്പോർട്സ്മാൻ ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഈ 3-4 കാര്യങ്ങളിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുത്തിരിക്കണം. പിന്നെ ഈ ഫോക്കസ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റൂല. നമ്മളെല്ലാം ഹ്യൂമൻ ബീങ് ആണ്. ഫോക്കസ് എന്ന് പറയുന്നത് ഒരു കുറച്ച് സെക്കൻഡ്സ് ഫോക്കസ് ചെയ്യാനേ പറ്റുള്ളൂ. ഒരു പ്രൊജക്ടർ നമ്മൾ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സിനിമ കാണാം. ലൈക്ക് സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മൂവി കാണാം. ഇസ്ന്റ് ഇറ്റ്? അതുമാതിരിയാണ് നമ്മുടെ മൈൻഡ്. നമ്മുടെ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ പ്രൊജക്ട് എവിടെയെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൊജക്ട് പെട്ടെന്ന് ചെയ്യും. അത് കഴിഞ്ഞാൽ ആ പ്രൊജക്ടിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയില്ല. നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കുരങ്ങനാണ്. അത് ചാടാൻ പറഞ്ഞാൽ ചാടും, ചാടിക്കൊണ്ടേയിരിക്കും. പിന്നെ അത് ബട്ടർഫ്ലൈയും ആണ്. അതിങ്ങനെ പറന്നു നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കൊരു കല്ല് കെട്ടിയിടണം അതവിടെ നിൽക്കാൻ വേണ്ടി. അത് എപ്പോഴും കെട്ടാൻ പറ്റില്ല. അപ്പൊ ഇത് വെച്ചാൽ റെഗുലർ പ്രാക്ടീസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ കുറച്ചു നേരം, ഇത് 24 hours ഫോക്കസ് ചെയ്യണമെന്നല്ല. ഈ പറഞ്ഞ എന്റെ സറൗണ്ടിങ്ങിലുള്ള എല്ലാവരും ആരും 24 hours ഒന്നും ഇത് ചെയ്യണില്ല. ചെയ്യണ സമയത്ത് ക്വാളിറ്റി.
ബേസ് കറക്റ്റ് ആക്കുക. ഇപ്പൊ ഈ പറയണ ഇതെല്ലാം നമ്മുടെ സംസ്കൃതിയിൽ ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ എല്ലാവരും നോക്കണത് വെസ്റ്റേൺ വേൾഡിനാണ്. വെസ്റ്റേൺ വേൾഡ് നോക്കണത് നമ്മുടെ ഇവിടേക്കാണ്. അവര് നോക്കി അവർ നന്നാവും, നമ്മൾ അവരെ നോക്കി നമ്മൾ നന്നാവില്ല. ഇത് ശരിക്കും ഒരു കോൺട്രാസ്റ്റ് ആണ്. ശരിക്കും ബേസിക്കലി ഇത് ഇപ്പൊ യോഗസൂത്രയിൽ ഒരു ഇതുണ്ട്, ഒരു ചെറിയൊരു ഇതാണ്, സതു ദീർഘകാല നൈരന്തര്യ സത്കാരദേവിതോ ദൃഢഭൂമി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃഢഭൂമിയാക്കണമെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യണം. മനസ്സിലായി? ഇപ്പൊ ഒരു 5 മിനിറ്റ് ആണ് ഇപ്പൊ നമ്മൾ മൈൻഡിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എന്റെ ശ്വാസം പോണു, അല്ലെങ്കിൽ എന്റെ ശരീരം എങ്ങനെ, എന്റെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യണം, ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ. വേർ ആം ഐ, ഹൂ ആം ഐ, ഹൗ ആം ഐ എന്നുള്ളൊരു ചില ക്വസ്റ്റ്യനുകൾ ഈ ഐനെ പറ്റി ചോദിക്കുമ്പോഴാണ് നമ്മൾ ഡെവലപ്പ് ആവണം. നമ്മളിപ്പോ മറ്റുള്ളവനെ പറ്റി, നമ്മുടെ ഒരു നോർമൽ പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെന്ത് പറ്റി, ഇവനെന്ത് പറ്റി, അവൾക്ക് എന്ത് പറ്റി, ഇവക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് ആ ചോദ്യം. നമ്മുടെ ആന്റീന എന്ന് പറയുന്നത് ഈ 5 സെൻസസ്, നമ്മുടെ ഈ 5 സെൻസസിന്റെ ഈ ആന്റീന എപ്പോഴും പുറത്തേക്കാ. ഈ ദൂരദർശന്മാര് ഇങ്ങനെ എല്ലാ ചാനലും പിടിക്കാനായിട്ട് ഉള്ളിലേ, എന്നിട്ട് നമ്മൾ അബ്സോർബ് ചെയ്തിട്ട്, പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആ ആന്റീന തിരിച്ച് നമ്മളിലേക്ക് വെക്കില്ല. വി നീഡ് ടു ടേൺ ദ ആന്റീന ടുവേർഡ്സ് യു. നമ്മൾ ആന്റീന നമ്മളെ ടേൺ ചെയ്യുമ്പോൾ നമ്മൾ എന്താന്ന് പറയുമോ, നമ്മളെ അറിയും. നമ്മളെ അറിയാണ്ട് നമുക്ക് ഒരു സ്ഥലത്തും ഇപ്പൊ ഞാൻ എൻ്റെ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോയി ചാടി നിൽക്കാനും ഇപ്പൊ ഐ എം വെരി കോൺഫിഡന്റ്. കാരണം എനിക്കൊരു പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറില്ല. ഇപ്പൊ ഞാൻ എന്താണ് ഞാൻ പറയണത്, ഇപ്പൊ ഈ കാണുന്നതിൽ കുറെ പേർക്ക് ഞാൻ പറയണത് എന്തെങ്കിലും ഒരു സെൻസ് ഉണ്ടാവും, ചിലവർക്ക് ഒരു സെൻസ് ഇല്ല, ഇയാൾ എന്താ പറയണെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എന്റെ പ്രോബ്ലം അല്ല, അത് അവരുടെ പ്രോബ്ലമാണ്. എനിക്കറിയാവുന്നതേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഇപ്പൊ ഫ്രൂഡിയൻ തിയറി പറയാം, അവരുടെ തിയറി പറയാം, ഇത് ആ തിയറി ഒന്നും അല്ല. എനിക്ക് എന്റെ തിയറി ഉണ്ട്. മൈ തിയറി ഈസ് വർക്കിംഗ് ആൻഡ് ഇറ്റ് വിൽ വർക്ക്. ദാറ്റ്സ് മൈ കോൺഫിഡൻസ്, യുനോ. സോ ഞാൻ ഇതായിട്ട് പറയല്ല. ഞാനിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടാവും. നമ്മുടെ നാടെന്ന് പറയണത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരം എന്ന് വെച്ചാൽ ഭയങ്കര റൂട്ടഡ് സംസ്കാരമാണ്. ആരൊക്കെ ആ റൂട്ടിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണോ അവനൊക്കെ ഡെവലപ്പ് ആവും. കാരണം ആ റൂട്ട് ഗിവ്സ് യു ദ സ്ട്രെങ്ത് ടു ഫോക്കസ്. അല്ലാണ്ട് നമ്മള് അവിടെ നിന്നുകൊണ്ട് യൂറോപ്യൻസ് ഇങ്ങനെ ചെയ്യണു, അവരിങ്ങനെ പറഞ്ഞു, അങ്ങനെ അടിച്ചു, ഇങ്ങനെ ചെയ്തു, എന്നാൽ ഞാനും ചെയ്യട്ടെ. പക്ഷെ ഇറ്റ്സ് നോട്ട്, ബിക്കോസ് നമുക്കൊരു DNA ഉണ്ട്. നമ്മുടെ DNA നമ്മൾ എന്ത് ചെയ്താലും ആ DNA വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മളോട് പറയാണ്ട് തന്നെ ആ DNA വർക്ക് ചെയ്യും. അത് ആ സബ് കോൺഷ്യസ് മൈൻഡിൽ കടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഇവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അറിയണില്ല ഇതൊന്നും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ശരിയാവും, അതങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഒരു പസിൽ ഉണ്ടാക്കുമ്പോൾ ആ പസിലിൽ ഫിറ്റ് ആവണ്ടേ, ആ ഫുൾ സ്ട്രക്ചറിൽ ഫിറ്റ് ആവണ്ടേ. അത് നമ്മൾ ഫിറ്റ് ആയില്ലെങ്കിൽ നമ്മുടെ ലൈഫ് എപ്പോഴും നമുക്ക് പ്രോബ്ലമാണ്. സോ വി നീഡ് ടു മേക്ക് ഷുവർ ആ പസിലിൽ നമ്മൾ ഫിറ്റ് ആവണം എന്നുള്ളത്. ആ ഫിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അറിയണം. നമ്മുടെ പ്ലസ് എന്താണ്, നമ്മുടെ മൈനസ് എന്താണ്. നമുക്ക് രണ്ടും ഉണ്ടാവും. നമ്മൾ എപ്പോഴും പ്ലസ് അല്ല, പക്ഷെ പ്ലസിനെ പിടിച്ച് പോകണം എന്നുള്ളതാണ്. നമുക്ക് എന്താ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ, സ്ട്രോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രെങ്ത്തിനെ പിടിച്ച് പോയിക്കൊണ്ടിരുന്ന നമുക്ക് കിട്ടും. അപ്പൊ മൈനസ് സൈഡ് വീക്ക് ആയിക്കൊണ്ടിരിക്കും. വി ആർ ഡിസ്റ്റൻഡിങ് ഫ്രോം ദ മൈനസ് സൈഡ്. നമ്മുടെ മൈനസ് അല്ലെങ്കിൽ നമ്മൾ എന്താ നെഗറ്റിവിറ്റി മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്റ്റൻഡിങ് ഫ്രോം അവർ ഒപ്റ്റിമിസം. നമ്മുടെ പോസിറ്റീവ് സൈഡിൽ നിന്ന് നമ്മൾ ഇതൊരു ജസ്റ്റ് ഒരു ഗ്രാഫാണ്. എല്ലാം ഗ്രാഫാണ്. നമ്മുടെ ലൈഫും ഗ്രാഫാണ്. അത് നേരെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു. നമ്മൾ ലൈവ് ആണെങ്കിൽ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. സോ ദ ലൈഫ് ഈസ് ഓൾ അബൌട്ട് അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ. ബട്ട് അപ്പിൽ പോണ അതേ ലാഘവത്തോടെ തന്നെ താഴേക്കുള്ളത് എടുക്കണം. സോ ദ തിങ് ഈസ് യു നീഡ് ടു നമ്മൾ ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ഞാനിത് പറഞ്ഞ് വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ പറയലുണ്ടാവില്ല. ഈ ഫോക്കസ് ചെയ്യുമ്പോ ഈ ടോർച്ച് എന്ന് പറഞ്ഞ പിള്ളേർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്, ഈ ടോർച്ചില് ബീം ചില സമയത്ത് ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് ഒരു ടോർച്ച് നോക്കുമ്പോ അതില് ടണൽ വിഷനിലേക്കുള്ള ഫോക്കസും ചെയ്യിക്കാം, ഫണൽ വിഷനിലേക്ക്. ഫണൽ വിഷൻ ഇങ്ങനെയാണ്, കുറെ സ്പേസിലേക്ക് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നാലും പ്രോബ്ലത്തിലും ഫോക്കസ് ചെയ്യണം, നല്ലതിലും ഫോക്കസ് ചെയ്യണം. പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ടണൽ വിഷൻ നോക്കാൻ പാടില്ല, ഒരു ചെറിയ ഇതിലേക്ക് നോക്കാൻ പാടില്ല. വി നീഡ് ടു സീ ദ ബ്രോഡർ പിക്ചർ. എന്തുകൊണ്ടാണ് എനിക്ക് ആ പ്രോബ്ലം വന്നത്, അത് എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു, എപ്പോ വന്നു, അങ്ങനത്തെ ഒരു വലിയൊരു പിക്ചറിൽ വരുമ്പോ നമുക്കതിന്റെ
അതിൽ കിടക്കുന്ന അന്തസ്സത്തെ എന്താണെന്ന് എക്സാക്ട് ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് വി ക്യാൻ മൂവ് ഔട്ട്. When you are in a good state, you can just go with that small focus, deep focus. ഇപ്പൊ ഒരു സൂചിയില് ഇത് നൂലിടൂലേ, അതിന്റെ ഫോക്കസ് വേറെയാണ്. പക്ഷെ നമ്മൾ എക്സാം എഴുതുന്ന ഫോക്കസ് വേറെയാണ്. പക്ഷെ അപ്പൊ ഓരോ കാര്യത്തിനും നമ്മുടെ ഈ ഫോക്കസ് എന്ന് പറയുന്നത് സിമ്പിൾ ടൈം അല്ല. അത് ഭയങ്കര ബ്രോഡർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ റെഗുലർ പ്രാക്ടീസ് ചെയ്ത് അതിൽ സ്ട്രെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണു, അതിന്റെ റിസൾട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് വരും. അത് നമ്മുടെ ട്രഡീഷണൽ ട്രീറ്റീസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓരോ ലൈഫിലും. ഈ കാരണവന്മാർ പറയുന്ന കുറെ കാര്യങ്ങളെല്ലാം നല്ലതാണ്. കുറെ കാര്യങ്ങൾ ഈ മോഡേണിറ്റി പറ്റി കാരണവന്മാർ പറയുമ്പോ, ഞാൻ കാരണവന്മാരെ അഗെയിൻസ്റ്റ് ഒന്നുമല്ല. പക്ഷെ ഞാൻ എന്റെ മോനോട് ഞാൻ ഒരിക്കലും ഞാൻ പറയാറില്ല, എടാ മോനെ അതിൽ പോകാൻ പാടില്ല, ഇതിൽ പോകാൻ പാടില്ല. കാരണം എനിക്കറിയില്ല. ഇപ്പൊ എന്നോട് PS4 കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ ടു പ്ലേ. പക്ഷെ ഞാൻ അതിനെപ്പറ്റി കമന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് അറിയാത്ത കാര്യത്തെ പറ്റി എനിക്ക് കമന്റ് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പൊ നമ്മളെല്ലാരും കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ there will be a positive outcome. ഈ അറിയാത്ത കാര്യങ്ങൾ അറിയുന്നു പറഞ്ഞിട്ട് കമന്റ് ചെയ്യുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കണവനും വിചാരിക്കും ഇവൻ ആരടാ, കേൾക്കാനും തോന്നൂല, പിള്ളേരുമായിട്ട് പ്രശ്നമാവില്ല. സോ ദിസ് ഇസ് സിമ്പിൾ ആസ് ദാറ്റ്. Over to you. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നത് ഒരുപാട് കാര്യങ്ങളായിരുന്നു സാറിന്റെ കുറച്ചു നേരത്തെ സംസാരത്തിലൂടെ നമുക്ക് പകർന്നു. ഒരു വലിയ സന്തോഷം. കാരണം എന്താണെന്ന് വെച്ചാൽ സാറ് 10-13 വർഷമായിട്ട് UK-യിലാണ്. പക്ഷെ സാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റൂട്ട്സിനെ കുറിച്ചും DNA കുറിച്ചും ഒക്കെയാണ്. മാത്രമല്ല നമ്മൾ പല സ്ഥലത്തേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന ആന്റിനകളെ സ്വന്തത്തിലേക്ക് തന്നെ തിരിക്കേണ്ടതിന്റെ കുറിച്ചും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. ഈ ഫണൽ വിഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി സാർ. പ്രത്യേകിച്ച് ഒരു പ്രശ്നത്തെ സമീപിക്കുന്ന സമയത്ത് ഒരു ടണലിലൂടെ നോക്കാതെ ഒരു ഫണൽ വിഷൻ എന്നുള്ള കാഴ്ചപ്പാട് വളരെ അറിവ് പകരുന്ന ഒരു ടിപ്പായിരുന്നു സാർ. അപ്പോൾ നമ്മൾ ഇനി പ്രേക്ഷകരിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ എടുക്കാനേ നമുക്ക് സമയമുള്ളൂ. 8:20 നമ്മൾ അവസാനിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു സാർ. നമ്മുടെ ക്വസ്റ്റ്യൻസ് എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് നമ്മുടെ ടീം മെമ്പർ ആനന്ദ് ജി പ്ലീസ്. താങ്ക് യു സൈഫ്. വിനയ് സാർ, ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാക്കിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. മാനസ് കെ കുമാർ ചോദിച്ച ചോദ്യം, ഓരോ കോച്ചിനും ഫുട്ബോൾ കളത്തിൽ അവരുടേതായ ടാക്ടിക്സ് ഉണ്ടാകും, അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ടാക്ടിക്സ് വേണ്ടേ എന്നുള്ളതാണ് മാനസിന്റെ ചോദ്യം. അപ്പൊ അതിനോട് ചേർത്ത് തന്നെ ചോദിക്കുന്നത്, സർ, ആര്യ നിർമ്മൽ SPC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആണ് വർക്കലയിൽ നിന്ന്. ഇപ്പൊ ഈ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ പാതയിൽ എത്തുമ്പോഴത്തേക്കും പലപ്പോഴും റിയൽ ലൈഫിൽ നമ്മൾ ഫെയ്റ്റിന് വിട്ടുകൊടുക്കുന്നത്, നമ്മളെ സന്തോഷത്തിലേക്കുള്ള യാത്രയിൽ ഫെയ്റ്റിന് വിട്ടുകൊടുക്കുന്ന നമ്മുടെ എഫേർട്ട് കുറയുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഫോക്കസ് നിലനിർത്താനോ അല്ലെങ്കിൽ ഫോക്കസ് ഇന്റൻസിഫൈ ചെയ്യാനുള്ള ടെക്നീക്സ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ? ഇങ്ങനെയുള്ള 2 ചോദ്യങ്ങൾ ഒരുമിച്ച് സാറിന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് രണ്ടെണ്ണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉള്ളതാണ് ഇതെല്ലാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കോച്ചാണെങ്കിലും പ്ലെയർ ആണെങ്കിലും ഡിഫറെന്റ് കോച്ചസ് ആണെങ്കിലും എല്ലാവരുടെയും അപ്രോച്ച് ഡിഫറെന്റ് ആണ്. നമ്മളിപ്പോ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഞാൻ മാർക്കറ്റിൽ പോകണം, എന്നിട്ട് സന്തോഷം മേടിച്ചിട്ട് വരട്ടെ, എന്നിട്ട് പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ സന്തോഷമാവില്ല. സോ സന്തോഷം എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബേസിക് എക്സാമ്പിൾ, ഒരു യങ്സ്റ്ററിന്റെ ഒരു ഡ്രീം എന്തായിരിക്കും? ഒരു ബൈക്ക് വാങ്ങിക്കണം. എനിക്ക് ഈ ബൈക്ക് വാങ്ങിക്കണം, ആ ബൈക്ക് വാങ്ങിക്കണം, എക്സൈറ്റഡ് ആണ് ഭയങ്കര. എന്താ വെച്ചാൽ ബൈക്ക് വാങ്ങിക്കുന്നതിന് ഒരാഴ്ച മുമ്പൊക്കെ അവരുടെ എക്സൈറ്റ്മെന്റും ആ ഹാപ്പിനെസ്സും കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു എനിക്ക് ബൈക്ക് വാങ്ങിക്കാം. അപ്പൊ ആ പാത ഒരാഴ്ച അവന്റെ എക്സൈറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ആ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് പോകും. വാങ്ങിച്ചു, അത് കഴിഞ്ഞിട്ട് ആ ഗ്രാഫ് നേരെ താഴേക്കും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹാപ്പിനെസ് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ബൈക്ക്? ഓ ഇറ്റ്സ് വെരി ഗുഡ് എന്നായിരിക്കും റിപ്ലൈ. അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പോയി എങ്ങനെയുണ്ട്? യാ ഇറ്റ്സ് ഗുഡ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞിട്ട് പറയും യാ ഇറ്റ്സ് ഓക്കെ, യാ ഇറ്റ്സ് എൻജോയിങ് ഇറ്റ്. അപ്പൊ അവരുടെ ആ ഹാപ്പിനെസിന്റെ ആ ഗ്രാഫ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഒരു ഹ്യൂമൻ മെന്റാലിറ്റിയാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും, ഇപ്പൊ ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മള് ഡെയിലി കാണുന്നതാണ്. അപ്പൊ പറയാം അവൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഉണ്ട്.
പക്ഷെ നമ്മുടെ ഒരു കോൺസ്റ്റന്റ് എഫേർട്ട് ഉണ്ട് ഇതിനെല്ലാം. നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയാനായിട്ട് ഒരു സർപ്രൈസസ്, എന്തെങ്കിലും നമ്മൾ ആ ഇതിന്റെ ഉള്ളിൽ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അതിലൊരു മസാല ഇടണ്ടേ, ഒരു ഡിഫറെന്റ് മസാല എപ്പോഴും ഇട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ആ കറിക്കും വായിൽ ടേസ്റ്റ് ഉണ്ടാവും. എല്ലാ ദിവസവും ചിക്കൻ കറി കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചിക്കൻ കറി ആവില്ലല്ലോ. അത് അങ്ങനെയാണ് ലൈഫിന്റെ ഇത്. ഇത് എല്ലാം ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. നമ്മൾ എങ്ങനെ കോൺഷ്യസ് നമ്മുടെ ഈ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ അതിൽ കൂടെ എങ്ങനെ കാണുമ്പോൾ അതിന് എങ്ങനെ നമുക്ക് റിഫ്ലക്ഷൻ വന്നുന്ന് എല്ലാം നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. സോ യു നീഡ് ടു നോ യുവർ സെൽഫ്. അതായിരിക്കും എന്റെ ഐ ഹോപ്പ് ദാറ്റ് ആൻസർ ഈസ് ഓക്കെ. സെക്കൻഡ് പാർട്ട് ഉള്ളത് സർ, ഫോക്കസ് എൻഹാൻസ് ചെയ്യാനുള്ള ടെക്നീക്സ് അങ്ങനെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളത്. ഫോക്കസ് എൻഹാൻസ് ചെയ്യാനുള്ള റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ചെയ്യുക. റെഗുലർ ആയിട്ട് എന്ത് ഏരിയയിലാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 5 മിനിറ്റ് ഇരിക്കുക, ജസ്റ്റ് ഇരിക്കുക, ഒന്നും ചെയ്യണ്ട, കണ്ണടച്ചിരുന്നാൽ മതി. ആ ചോദിച്ചാളൊന്ന് കണ്ണടച്ചിരിക്കാമോ? കണ്ണടച്ചിരുന്നിട്ട് ജസ്റ്റ് എങ്ങനെ ശ്വാസം പോണൂന്ന് 10 പ്രാവശ്യം കൗണ്ട് ചെയ്യാൻ മതി. ഓരോ പ്രാവശ്യം കൗണ്ട് ചെയ്യുമ്പോഴും ആ ശ്വാസം വിടുന്നത് ഒന്ന് നീട്ടി ശ്വാസം പുറത്തേക്ക് വിടാൻ നോക്കൂ. എന്നിട്ട് 10ാമത്തെ കൗണ്ട് വരുമ്പോഴേക്കും ശ്വാസം മാക്സിമം വിടാൻ നോക്കും. എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാൻ നോക്കും. അപ്പൊ തന്നെ നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വരും, എന്റെ ശ്വാസം എങ്ങനെ പോണു, ദീർഘശ്വാസമാണോ അല്ലെങ്കിൽ എന്റെ ബ്രീത്ത് ഇൻ ആണോ ബ്രീത്ത് ഔട്ട് ആണോ, എങ്ങനെയാണ് പോണത്. ഈ സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ടൂളാണ്. ഇത് ആരോടും ചോദിക്കണ്ട. ഞാൻ ഒരു മാസ്റ്റർ അല്ല, ഞാനൊരു ഇന്റർമീഡിയറ്റ് ആണ്. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ തന്നെയാണ് ഗുരു, നമ്മൾ തന്നെയാണ് നമ്മളെ അറിയേണ്ടത്. നമ്മൾ തന്നെ നമ്മുടെ എല്ലാ ടെക്നിക്കുകളും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. That makes sense, Anand? Definitely that makes sense. സർ, അതായത് നമ്മളിൽ തന്നെയാണ് നമ്മുടെ ട്രെയിനിങ് തുടങ്ങേണ്ടത്, നമ്മളിൽ തന്നെയാണ് നമ്മുടെ ഫോക്കസ് തുടങ്ങേണ്ടത് എന്നുള്ളൊരു നോട്ടില് നമുക്ക് ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ MBTയുടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെമ്പർ രഞ്ജിത്ത് വാര്യർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള രഞ്ജിത്ത് വാര്യർ ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു ആനന്ദ്. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. അങ്ങനെ വളരെ ഒരു നെയിൽ ബൈറ്റിംഗ് എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ ഒരു വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു സെഷന്റെ എൻഡിലേക്കാണ് നമ്മൾ വരുന്നത്. ഫോക്കസ് വിച്ച് ഇസ് ദ കീ ടു സക്സസ് എന്ന് പറയുന്ന, എന്താ പറയാ, 2 എമിനന്റ് ഫാക്കൽറ്റീസിന്റെയും പെർസ്പെക്റ്റീവ് നമ്മൾ വളരെ ഭംഗിയായിട്ട് കേട്ടു. വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 2 പേരുടെയും ഒരു തോട്ട് പ്രോസസ്, പ്രോബബ്ലി 2 പേരും ലൈക്ക് ഐ സെഡ് ദേ ആർ ഫ്രം ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ്. കൊച്ചോസേബ് സാറിന്റെ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ വരികയും ആൻഡ് ദെൻ ബിക്കമിങ് വൺ ഓഫ് ദി ലീഡിംഗ് ബിസിനസ് മാഗ്നറ്റ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓർ ഇൻ ദി കൺട്രി എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ടും, ശ്രീ വിനയ് മേനൻ ജിയുടെ എന്താ പറയാ ചെറായ് ടു ചെൽസി, ആ ടെർമിനോളജി and it is very very interesting, ചെറായ് ടു ചെൽസി എന്നുള്ള ഒരു ജേർണി, ലൈക്ക് ഹൗ ഹി കോൾസ് ഇറ്റ് റൈറ്റ്ലി. So very very inspirational, motivational, because 2 പേരുടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ like how Kuchosep sir says that take one thing at a time. ഒരു സിംഗിൾ കാര്യത്തിൽ ആദ്യം ഫോക്കസ് ചെയ്യുക, അതൊന്ന് ഫ്ലറിഷ് ചെയ്യുക, and then go for the next. എല്ലാം കൂടെ ഒരുമിച്ച് കീഴടക്കാൻ നോക്കാണ്ട് take one thing at a time or take baby steps, one step at a time. That gives you immense focus, as he rightly said. And so with it, with how Vinay sir rightly said, അദ്ദേഹത്തിന്റെ എന്താ പറയാ അവയർനെസ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഒരു ഇൻസൈറ്റ് ആയിട്ട് തോന്നിയത്. നോയിങ് വാട്ട് യു ആർ ഡൂയിങ്, നോയിങ് വേർ യു ആർ ഗോയിങ്. അദ്ദേഹം പറഞ്ഞ പോലെ ഫിസിക്കൽ അവയർനെസ്, ഇമോഷണൽ അവയർനെസ്, മെന്റൽ അവയർനെസ്, സ്പിരിച്വൽ അവയർനെസ്. ഇറ്റ് വാസ് റിയലി an indeed a great pleasure for all of us. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് ഇദ്ദേഹത്തെ പോലത്തെ 2 എമിനന്റ് ഫാക്കൽറ്റീസിനെ 1 മണിക്കൂർ ഭംഗിയായിട്ട് കേൾക്കാൻ സാധിച്ചത്. On behalf of each one of us at MBT, on behalf of each viewers and listeners across the globe, നേരത്തെ സൈഫ് പറഞ്ഞ പോലെ not just on Zoom, we have n number of viewers on Facebook, Instagram, YouTube. ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യൂ ചെയ്യുന്നു. എല്ലാവരുടെയും ബിഹാഫിൽ let me take this opportunity to thank both of you all. Thank you so much Vinay ji, thank you so much in absentia Kochosep sir. അദ്ദേഹത്തിന് 2 പേരുടെയും സമയം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നേരം ചെലവഴിച്ചതിൽ വളരെയധികം നന്ദി, വളരെയധികം സന്തോഷം സർ. താങ്ക് യു സോ മച്ച് once again.
Before I wind up, let me say that the next week's topic is going to be the spirit of perseverance എന്ന് പറയുന്ന topic ആണ് നമുക്ക് അടുത്ത ആഴ്ച വരുന്നത്. Do we have a screen? ഇല്ല, ശരി. സോ സ്പിരിറ്റ് ഓഫ് പെർസീവിയറൻസ് ആണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ ടോപ്പിക്. എല്ലാവരും ഇതേ സമയത്ത് ഉണ്ടാവണം, എപ്പിസോഡ് നമ്പർ 27 വേണ്ടിയിട്ട്. Another very key and vital point I would say for success again. And before I wind up, let me once again on behalf of each one of us wish our very own Vijayan sir a very, very happy birthday once again. Thank you so much to each one of you. Good evening and good night. Adinu mumbu let us have a look at let us go to our national anthem, please. Jana Gana Mana Adhinayaka Jaya He Bharat Bhagya Vidhata Punjab Sindh Gujarat Maratha Dravida Utkala Vanga Vindhya Himachala Yamuna Ganga Uchchala Jaladhi Taranga तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे।